aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജേന്ദ്ര പ്രസാദ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം ഹൃദയം തുറന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾ ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും ചെയ്യണം. താൻ കടന്നുപോയ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വിടുവിച്ച സർവശക്തന്റെ മാർവിങ്കൽ ചാരിക്കൊണ്ട് താൻ പറയുന്ന തൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഏതൊരു വ്യക്തിയെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന അനുഭവങ്ങളാണ്. ബുദ്ധിമാന്യമുള്ള 2 പെൺകുഞ്ഞുങ്ങളുമായി കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിത്തിരിച്ച തൻ്റെ ജീവിതാനുഭവം ഏതൊരു വ്യക്തിയും ഹൃദയം സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ ഈ സാക്ഷ്യം നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജേന്ദ്ര പ്രസാദ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും, വിശേഷാൽ ഈ അരോമ ടി വി അനുഗ്രഹമാകത്തക്ക നിലയിൽ അത് പ്രവർത്തിപ്പാൻ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകളോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്ന് അറിയുവാനായിട്ട് കഴിയുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ്. തൃശ്ശൂർ ജില്ലയിൽ ആണ് ഞാൻ ജനിച്ച് ഒരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ പിതാവ്, എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ്. ഞങ്ങൾ 3 മക്കളാണ്. പിതാവ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, അതായത് റെയിൽവേ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ മാൽദ ടൗൺ എന്ന് പറയുന്ന ജില്ലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ സഹോദരനും സഹോദരിയും ജനിച്ചത് അവിടെയാണ്. അവര് ഒട്ടുമിക്ക വിദ്യാഭ്യാസം അവിടെ തന്നെയാണ് പൂർത്തിയാക്കിയത്. എന്നാൽ ഞാൻ എൻ്റെ മാതാവിന് ഏക സഹോദരനായിരുന്നു. മാതാവിൻ്റെ പിതാവ് മരിച്ച അനന്തരം മാതാവിൻ്റെ മാതാവ്, അതായത് എൻ്റെ അമ്മൂമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ നാട്ടിലാണ്, അമ്മാവൻ്റെ വീട്ടിലാണ് പഠിക്കുവാനും വളരുവാനൊക്കെ ഇടയായി തീർന്നത്. തൃശ്ശൂർ ജില്ലയിൽ മണലൂർ എന്ന് പറയുന്ന പ്രദേശത്താണത്. 1 മുതൽ 5 വരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 6 മുതൽ 10 വരെയുള്ളത് മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർത്തിയാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അനന്തരം +2 പഠനം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമായിരുന്നു.
അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർ കേൾവിക്കാർക്ക് ചിലപ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ടാകാം. അതെന്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെയൊക്കെ ആ ജീവിതത്തിൽ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഒരു വല്ലാത്ത നിലയിലായിപ്പോയി. പഠിക്കാൻ കഴിവില്ലാത്ത ആളൊന്നല്ലായിരുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഉഴപ്പിയ ജീവിതവും ജീവിത സാഹചര്യവും ഒക്കെ അങ്ങനെ വന്നപ്പോൾ പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ വല്ലാത്തൊരു നിലയിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ സഹോദരി, അതായത് എൻ്റെ ആൻറ്റി, അമ്മായി എന്ന് ഞങ്ങൾ പറയും, അമ്മായിയുടെ മകൾ, അവളുടെ പേര് രമണി എന്നാണ്, ഞങ്ങൾ രതി എന്ന് വിളിക്കും, രമണി എന്നാണ് അവളുടെ ഔദ്യോഗിക നെയിം. അവള് എൻ്റെ മുറപ്പെണ്ണായിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചത്. മുറപ്പെണ്ണായിട്ട് വരും. അപ്പൊ ചെറുപ്പം മുതലേ എല്ലാവരും അങ്ങനെ പറയും, ഏത് ഇവനുള്ളതാണ് എന്ന് പറഞ്ഞ് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ കയറുകയും, പ്രേമിച്ച് നടന്നൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേൾവിക്കാര്. പക്ഷെ അങ്ങനെ എല്ലാവരും പറയും, മുറപ്പെണ്ണാണ്, ഇവന്റെ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ കയറി. അവൾക്കും അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോ പിന്നീട് ഞാനും ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞു പോയി, ഇത് എനിക്ക് വിവാഹം കഴിക്കുന്നെങ്കിൽ ഇവളെയാണ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയത്തിലും അങ്ങനെ പതിഞ്ഞു പോയി. അങ്ങനെ മുന്നോട്ട് ജീവിതം പോയി. പക്ഷേ അവരെല്ലാം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് എൻ്റെ പിതാവ്. അറിയാം, അവരുടെ പിതാവിന്റെ ആ കുടുംബമൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ഒരു അനുഭവത്തിലായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ പിതാവ് ഈ ഗവൺമെന്റ് ജോലി നേടിയത് തന്നെ. അദ്ദേഹം ചെറുപ്രായത്തിലെ വേറെ ഒരു വ്യക്തിയുടെ കൂടെ ബംഗാളിലേക്ക് പോവുകയും അവിടെ അവരെ സഹായിച്ചുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഫെസിലിറ്റി മുഖാന്തരമൊക്കെയാണ് ഗവൺമെന്റ് ജോലി ലഭിക്കാനൊക്കെ ഇടയായിത്തീർന്നത്. അങ്ങനെ എൻ്റെ പിതാവ് സാമ്പത്തികമായിട്ട് അല്പം മെച്ചപ്പെട്ടു വന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വിവാഹത്തിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീട് അവര് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുകയും, എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതലേ ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞു കേട്ടത് കൊണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ മമ്മിയെ കൊണ്ട് പറയിപ്പിച്ചിരുന്നു, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം സമയമാകുമ്പോൾ നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ പിന്നീട് അവര് വാക്കുമാറാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, എൻ്റെ സ്വയിഷ്ടത്തിന് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുപോയി താമസിക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. നിങ്ങളുടെ അനുവാദത്തോടെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. പക്ഷെ വിവാഹം കഴിക്കുന്നെങ്കിൽ ഞാൻ അവളെ മാത്രമേ കഴിക്കത്തുള്ളൂ. ഞാൻ വാക്ക് പറഞ്ഞതാണ് എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു പ്രത്യേക നിലയിൽ അവര് അതിന് സമ്മതിക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനു മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മാവന്റെ വീട്ടിലുള്ള ജീവിതം അത് എന്നെ ഒരു വല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോയി. പിന്നെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അല്പം രാഷ്ട്രീയത്തിന്റെ പുറകെ പോയി. പിന്നെ ഉള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഒരു വല്ലാത്ത നിലയിൽ ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഞാൻ ശരിക്കും പരാജയപ്പെട്ടു. ജീവിതത്തിന്റെ ചെറുപ്പം മുതലേ കാര്യങ്ങൾ അമ്മാവന്റെ വീട്ടിലായിരുന്നത് കൊണ്ട് തന്നെ പരാജയമായിരുന്നു. പിന്നെ അതിന്റെ അനന്തരഫലമായിട്ട് ജീവിതത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യാനും ജീവിതം കെട്ടുപടുക്കുന്നതിൽ തീർത്തും പരാജയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, +2 തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്താൽ 2-3 മാസം ആകുമ്പോഴേക്കും എൻ്റെ സ്വഭാവം കാരണം ഒന്നുകിൽ ജോലി പോവും, അല്ലെങ്കിൽ അവിടെ അവര് തന്നെ എന്നെ പറഞ്ഞു വിടാനായിട്ട് ഇടയായിത്തീരും. കാരണം എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ട് അല്പമൊക്കെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കും പെട്ടെന്ന്. അങ്ങനെ പ്രതികരിക്കുന്ന സ്വഭാവം, കോപ സ്വഭാവം ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക്. പെട്ടെന്ന് ഞാൻ കോപിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നീതിയല്ലാത്തൊരു കാര്യം ആരെങ്കിലും പറയുകയോ ചെയ്യോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. പക്ഷേ പ്രൈവറ്റ് ജോബിലൊന്നും അങ്ങനെ പ്രതികരിച്ച് നിൽക്കാൻ കഴിയില്ലല്ലോ, അവരുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കണ്ടേ. പക്ഷെ എനിക്കത് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും സ്ഥിരമായി ജോലി ചെയ്യാൻ കഴിയാതെ, ജോലിയില്ലാതെ ഒക്കെ ഇങ്ങനെ ഭാരപ്പെട്ട ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് എൻ്റെ വിവാഹത്തിന്റെ ക്രമീകരണങ്ങൾ വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോലുമുള്ള
സാമ്പത്തികം എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒത്തിരി വ്യഥകൾ തന്ന ഓർമ്മകളാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അയവറക്കാനായിട്ട് കഴിയുന്നത്. ഒത്തിരി വിഷമങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തു. എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്ക് എൻ്റെ ഡ്രസ്സ് എടുക്കാനുള്ള പൈസ തന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാമല്ലോ. ആ നിലയിൽ ഞാൻ കല്യാണത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ ഭാര്യ, ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയായിരിക്കുന്ന പ്രിയപ്പെട്ടവള്, പുള്ളിക്കാരിയും ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ആ സമയത്ത്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ അനന്തരം എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അന്ന് തന്നെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞല്ലോ, റെയിൽവേയിലാണ്, അദ്ദേഹം മാൾദയിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ ഇവിടെ തറവാട്ടിലേക്കാണ് വിവാഹം കഴിഞ്ഞ അനന്തരം ഞങ്ങൾ പോയത്. ഏനാമാവിൽ, തൃശ്ശൂർ ജില്ലയിൽ ഏനാമാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണത്. അവിടെ ഞങ്ങള് ചില ദിവസങ്ങൾ, കുറച്ച് നാളുകൾ താമസിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെയൊക്കെ മാനസികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ജോലിയില്ലാത്ത ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞ് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഫേസ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ വല്ലാത്തൊരു സ്ഥിതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അവിടെ നിന്ന് വൈഫിന്റെ വീട്ടിലേക്ക് കുറച്ച് നാൾ പോയി താമസിച്ചു. അങ്ങനെ ഞങ്ങൾ താമസം മാറിയത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. 40-ൽ താഴെ വീടുകൾ ഞങ്ങൾ താമസം മാറി എന്നുള്ളതാണ് ഇതുവരെയുള്ള എൻ്റെ കണക്കനുസരിച്ച്. അങ്ങനെ ഒത്തിരി സ്ട്രഗിളിങ്ങിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. ജോലിയില്ല, ഭാരപ്പെടുകയാണ്. ഒരു ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ പോലും വേറെ ആരെങ്കിലും എനിക്ക് പൈസ തരണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിലൂടെ വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആകുന്നത്. അന്നേരം തന്നെ വൈഫിന്റെ വീട്ടിലുള്ളവരും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ പലരും പറഞ്ഞു, ഇപ്പോൾ അത് വേണോ, ഈ കുഞ്ഞ് വേണോ എന്ന്. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഈ അബോർഷൻ ചെയ്യുന്നതിനോട് വളരെ എതിരായിരുന്നു ഞാൻ. ഒരു ജീവനാണല്ലോ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. അത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏത് അവസ്ഥയാണെങ്കിലും കുഞ്ഞ് വളരട്ടെ, അതിനെ നശിപ്പിക്കുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് ജനിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ആ കുഞ്ഞ് വളരെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള നല്ലൊരു പെൺകുഞ്ഞാണ് ഞങ്ങൾക്ക് ജനിച്ചത്. പ്രസവ സമയത്ത് ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായി. എൻ്റെ വൈഫിന് ബ്ലീഡിങ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായി. പ്രഷറിലൊക്കെ ചെറിയ വേരിയേഷനൊക്കെ വന്നെങ്കിലും ഭാരപ്പെടാതെ നോർമലായിട്ട് തന്നെ ഡെലിവറി നടന്നു. കുഞ്ഞ് ജനിച്ചു. അന്ന് തന്നെ എൻ്റെ മാതാവ് അവിടെ വന്ന് കണ്ടപ്പോഴേ, നിന്റെ താല്പര്യമനുസരിച്ച് ഒരു പെൺകുഞ്ഞായല്ലോ, നിനക്ക് സന്തോഷമായില്ലേ? അപ്പോൾ തന്നെ അവര് കല്ലുകടിച്ചു. അവര് വളരെ ഹാഷായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. കാരണം അവർ ആൺകുഞ്ഞാണ് പ്രതീക്ഷിച്ചത്. അവർക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹമായിരുന്നു. അതിനുശേഷം ജനിച്ച കുഞ്ഞ് അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ആൺകുഞ്ഞായില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർ അവിടത്ത് വെച്ച് തന്നെ പ്രകടിപ്പിക്കാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാനിത് പറഞ്ഞു വരുന്നത്, ജീവിതത്തിലുടനീളം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് എൻ്റെ വൈഫ് ഒത്തിരി ഭാരം അനുഭവിച്ചു, ഒത്തിരി ഭാരപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് പോയി. ഈ കുഞ്ഞ് നല്ല ബ്യൂട്ടിയായ കുഞ്ഞ്, ഒരു പ്രശ്നമില്ല. പക്ഷെ പിന്നീട് അങ്ങ് മുന്നോട്ട് പോകും തോറും ഈ കുഞ്ഞ് കമിഴ്ന്ന് കിടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ഇതിങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ട് ആകുന്നതായിരിക്കും, വേറെ ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 6-ാം മാസം വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങള് പോയി 2 ദിവസം താമസിക്കുന്ന സമയത്ത് ഇവൾക്കൊരു പനി കൂടി ഫിക്സ് വന്നു മോൾക്ക്. അങ്ങനെ വാരിയെടുത്ത് അപ്പോ ഓട്ടോറിക്ഷ വിളിച്ചു. അപ്പൊ അവിടെ ഇച്ചിരി റോഡ് പ്രശ്നമാണ്. ആ ഓട്ടോറിക്ഷക്കാരൻ വരാനായിട്ട് വിസമ്മതിച്ചു. പിന്നെ അന്നത്തെ സ്വഭാവം അനുസരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ വന്നു. ഓട്ടോറിക്ഷയിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പാവറട്ടിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കുവാനും അവരവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞിന് ഫിക്സ് വന്നു.
അങ്ങനെ അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് എന്തോ തകരാറുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ കേൾവിക്ക് പ്രശ്നമാണെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, കേൾവിക്ക് എന്തായാലും കൊച്ചിന് തകരാറില്ല. കാരണം അവളൊരു പാട്ട് കേൾക്കുമ്പോഴേക്കും, ഒരു ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവള് പെട്ടെന്ന് അവളുടെ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാട്ട് കേട്ടാൽ ചിരിക്കും. അപ്പോ കേൾവിക്ക് പ്രശ്നമില്ല. എങ്കിലും ഡോക്ടറുടെ സംശയമായതുകൊണ്ട് കേൾവിയുടെ ആ പരിശോധന നടത്തി. കേൾവിക്കൊന്നും പ്രശ്നമില്ല, കാഴ്ചക്ക് പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്തോ തകരാറ് കുഞ്ഞിന് ഉണ്ടെന്ന് അദ്ദേഹം പറയുകയും ഞങ്ങളും ഭയപ്പെടാൻ തുടങ്ങി. എന്തോ പ്രശ്നമുണ്ടല്ലോ കുഞ്ഞിന്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, ഈ കുഞ്ഞ് ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞാണ്. നമുക്ക് ബുദ്ധിക്ക് വളർച്ചയില്ല. ബുദ്ധിമാന്ദ്യമില്ലാത്ത കുഞ്ഞ്, ജോലിയില്ല, വീടില്ല താമസിക്കാൻ. അങ്ങനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. എന്താ പറയാ, ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് റിട്ടയർഡ് ചെയ്ത് അദ്ദേഹം നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് വരുന്നത്. ഇവിടെ വീട് വാങ്ങി. അങ്ങനെ ഞങ്ങള് പിതാവിനോട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇടയായി തീർന്നു. പിതാവിന്റെ കൂടെയുള്ള ആ ജീവിതം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവം കാരണം എൻ്റെ പിതാവിനും മാതാവിനും എന്നെ ഒരല്പം ഭയമാണ്. അതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം അവരൊന്നും പറയത്തില്ല. പക്ഷെ ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ വൈഫിനെ വല്ലാത്തൊരു ടോർച്ചറിങ് ആണ്. ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട്, വാക്കുകളാൽ. അത് എൻ്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ പലരും എന്നോട് പറയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ ഒരു ആന്റി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മോനെ, നീ ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കുക. ഇവിടെ താമസിച്ചാൽ നീ ഇല്ലാത്ത സമയത്ത് വല്ലാത്ത വാക്കുകളാണ് നിന്റെ പിതാവൊക്കെ പറയുന്നത്. ഒരുപക്ഷെ അവള് ആത്മഹത്യ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ ഞങ്ങൾക്ക് തന്നെ കേട്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ട് നീ അവളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിൽ ആവണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. എൻ്റെ വൈഫ് എന്നോട് അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം എൻ്റെ കോപ സ്വഭാവം കാരണം ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് എന്നോട് അവള് അങ്ങനെ പറയത്തില്ല. പിന്നെ ഞാൻ പുറമേ നിന്നാണ് ഇങ്ങനെ അറിഞ്ഞത്. അങ്ങനെ വല്ലാത്തൊരു സ്ഥിതിയിലായി. ഈ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആയുർവേദ ഡോക്ടറെ കാണിച്ചു, അലോപ്പതി ഡോക്ടറെ കാണിച്ചു. ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയും, NCS എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. ഫുള്ള് കാലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നെർവ് സിസ്റ്റം മുഴുവൻ സ്റ്റഡി ചെയ്യാണത്. ആ ടെസ്റ്റ് ചെയ്തത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്താണ് ആ ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒത്തിരി സമയം എടുത്തിട്ട്, എൻ്റെ കുഞ്ഞായതുകൊണ്ട് വളരെ പരിശ്രമിച്ച് അത് ചെയ്തു. ഒത്തിരി സമയമെടുത്ത് തന്നെ നോക്കി, വളരെ ഡീപ്പായിട്ട്. പക്ഷെ അതിലൊന്നും പ്രോബ്ലം കാണുന്നില്ല. പക്ഷെ കുഞ്ഞ് യാതൊരു നിലയിലും ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത അനുഭവമാണ്. അങ്ങനെ അടിക്കടി ഫിക്സ് വരാൻ തുടങ്ങി. പിന്നെ കൊച്ചു വീഴും, എടുത്തടിച്ച പോലെ അവൾ അങ്ങ് വീഴുകയാണ്. അങ്ങനെ വളരെ പ്രയാസം അനുഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോലിയില്ല. എങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് കർത്താവിനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുമ്പോൾ ജീവിച്ചത് കത്തോലിക്കരുടെ ഇടയിലാണ്. പക്ഷെ സുവിശേഷം എന്ന പദം ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ അനുഭവം. ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ പലരോടും അത് പറയും. കത്തോലിക്കരെ കാണുമ്പോൾ പ്രത്യേകം ഞാൻ പറയും, അങ്ങനെ ഒരു വാക്കുപോലും ഞാൻ കേട്ടില്ല. നിങ്ങള് ജനിച്ചപ്പോഴേ ഈ ബൈബിളും ഈ കർത്താവിനെയൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളത് പറയാതിരിക്കുന്നത് ശരിയല്ല. എന്നെ കേൾക്കുന്ന ഈ അരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന കത്തോലിക്ക സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിനെ കുറിച്ച് നമ്മൾ പറയണം, കർത്താവിനെ പറയാതിരിക്കരുത് എന്നുള്ള കാര്യം ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. കാരണം ഞാൻ കേട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ജീവിതത്തിൽ വന്ന് നിരാശ വന്നു. ഈ കുഞ്ഞിങ്ങനെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞും ജനിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ കാര്യങ്ങൾ അങ്ങ് ചുരുക്കി പറയട്ടെ. ഞാൻ അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ എൻ്റെ ജീവിതം തകർന്നു പോയി. രണ്ടാമത്തെ കുഞ്ഞും അതേ സെയിം അവസ്ഥയിലാണ് ജനിച്ചത്. എൻ്റെ വൈഫിന്റെ പ്രസവം എടുത്ത ഡോക്ടറാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവം എടുത്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിന്റെ ചേച്ചി ഇവിടെ ചാവക്കാടുള്ള രാജാ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അവളുടെ കെയർ ഓഫിലാണ് ആ ഡോക്ടറെ കാണിച്ചത്, അവിടെയുള്ള ഡോക്ടറെ കാണിച്ചത്.
ചേച്ചിയൊക്കെ ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാനത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അവളൊക്കെയാണ് ഞങ്ങൾക്ക് ഒരല്പം ആശ്വാസമായിട്ട് നിന്നിട്ടുള്ളത്. അവള് പരമാവധി അവിടെ കാണിച്ച് ഞങ്ങൾക്ക് ചെലവില്ലാതെ ചികിത്സയൊക്കെ ഒരുക്കി തന്നു. അവിടുത്തെ ഡോക്ടറായിരുന്നു എൻ്റെ വൈഫിന്. അവളുടെ മാതാവ് പ്രസവിക്കുമ്പോൾ ആ പ്രസവം എടുത്ത ഡോക്ടർ തന്നെയാണ്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ആ ഡോക്ടറോട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് പോലും അവരൊരു ടെസ്റ്റ് ചെയ്യാനോ ഒന്നിനും തയ്യാറായില്ല. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഇങ്ങനെ ഞാൻ വന്നിരിക്കണമെങ്കിൽ, ഈ കർത്താവിനെ അറിയണമെങ്കിൽ അങ്ങനെ സംഭവിക്കണമായിരുന്നു. അല്ലാതെ ആ ഡോക്ടറുടെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് പറയണമല്ലോ. അങ്ങനെ അവരത് ചെയ്തില്ല. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ സെയിം അവസ്ഥയിൽ ബുദ്ധിമാന്യമുള്ള പെൺകുഞ്ഞാണ് ജനിച്ചത്. അങ്ങനെ 2 പെൺകുഞ്ഞുങ്ങൾ ബുദ്ധിമാന്യമുള്ളവരായി ജനിച്ച് രണ്ടാമത്തെ കുഞ്ഞും കൂടി ഇങ്ങനെ ജനിച്ചപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ജീവിതം വല്ലാത്തൊരു നിരാശയിലേക്ക് പോയി. അങ്ങനെ ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഒക്കേഷണലി കൂട്ടുകാരുമൊക്കെ ഒത്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ അല്പമായിട്ട് മദ്യപിക്കും എന്നല്ലാതെ. പിന്നെ സാന്ദർഭികവശാൽ പറയട്ടെ, ഞാനൊരു അമ്പലവാസിയായിരുന്നു. ഞാന് ഭജന സംഘത്തിലൊക്കെ അംഗമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മാവന്റെ വീട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ അടുത്താണ്. തൊട്ടടുത്താണ് എൻ്റെ അമ്മാവന്റെ വീട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായിട്ട് ഇഴുകിച്ചേർന്ന ജീവിതമായിരുന്നു എൻ്റെ ചെറുപ്പകാല ജീവിതമൊക്കെ. അയ്യപ്പ ഭജന സംഘത്തിലൊക്കെ അംഗമായിരുന്നു. വളരെ അയ്യപ്പ ഭക്തിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഒരു കോയിൻസിഡൻസ് പോലെ, ഇന്ന് ഞാൻ ഈ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങള് സാക്ഷിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ എൻ്റെ ചെറുപ്പത്തില് വളരെ ഉത്സവം കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യം കോൺഫിഡൻസിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അതേ ദിവസമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഈ ആരോമ ടിവിയിലെ പ്രേക്ഷകരോട് എൻ്റെ ജീവിതം അനുഭവം പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായത്. അത് അവിചാരിതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം കർത്താവിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആ കുഞ്ഞും കൂടി ജനിച്ച് വല്ലാത്തൊരവസ്ഥയിലായപ്പോൾ ഞാന് മദ്യം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പറയുമ്പോൾ എൻ്റെ കേൾവിക്കാർ ചിന്തിക്കും, ജോലിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ മദ്യം മേടിക്കാന്ന്? നമുക്ക് എന്തിനും കുറവുണ്ടാവാം, പക്ഷെ മദ്യപിക്കാനോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനോ നമുക്ക് യാതൊരു മുട്ടും വരില്ല. അത് നമുക്ക് തരാനും നമ്മളെ സഹായിക്കാനും ഒത്തിരി പേരുണ്ടാകും. കാരണം മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഗ്രൂപ്പ് കുറവാണ്. മനുഷ്യനെ നന്മയിലേക്ക് നടത്തുക, നല്ലതിലേക്ക് കൊണ്ടുപോകുക, അതിലേക്ക് ലീഡ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. പക്ഷെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. അത് പിശാച് സാത്താൻ ഇവിടെ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു കുറവുണ്ടായില്ല. മദ്യം വാങ്ങാൻ കഴിയുമായിരുന്നു. അങ്ങനെ മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് തന്നെ മദ്യപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ പോയി എന്നുള്ളതാണ് സത്യം. ഞാൻ മദ്യപിക്കുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. കാരണം എനിക്ക് വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നിരാശയാണ്, ജീവിക്കാനായിട്ട് തോന്നുന്നില്ല. അതിനെ മറികടക്കാൻ ഓവർകം ചെയ്യാനാണ് ഞാൻ ഈ മദ്യപിക്കുന്നത്. അങ്ങനെ മദ്യപിക്കുന്ന സമയത്ത് ഈ പിതാവിന്റെ ഈ വൈഫിനോടുള്ള ഈ മനോഭാവം, ടോർച്ചറിങ് അങ്ങനെ സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ഞാന് എൻ്റെ വൈഫിന്റെ ഭവനത്തിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരികെ വന്ന് ബാറിൽ കയറി മദ്യപിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ സത്യത്തിൽ പിതാവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നത്. എൻ്റെ വരവ് കണ്ടപ്പോൾ പിതാവിന് മനസ്സിലായി. അദ്ദേഹം വാതിലൊക്കെ ക്ലോസ് ചെയ്ത് അകത്തിരുന്നു. ഞാൻ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ബക്കറ്റുണ്ട്, അത് ഈ ഇരുമ്പിന്റെ ബക്കറ്റാണ്. ആ ബക്കറ്റ് എടുത്ത് ചുറ്റും ഉണ്ടായിരുന്നത് മുഴുവൻ തല്ലി തകർത്തില്ലേ. ഈ തല്ലി തകർക്കുന്നതൊക്കെ ചുറ്റുപാടുള്ളവർ കാണുന്നുണ്ട്. ഒരു വ്യക്തി പോലും വന്ന് എന്നെ പിടിക്കാനോ അതിൽ നിന്ന് എന്നെ പിന്മാറ്റാനോ ശ്രമിച്ചില്ല. ഞാനിത് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും പ്രശ്നമായി. ഒരു ഹൈന്ദവനായിരുന്ന വ്യക്തി ഈ യേശുവിനെ വിളിച്ച് നീ പോകുന്നത് ശരിയല്ലാന്ന്. അപ്പൊ അന്നേരം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചപ്പോൾ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ഒരു വാക്ക് നിങ്ങൾ വന്ന് എന്നെ ഉപദേശിക്കുകയോ ഇത് ശരിയല്ല എന്ന് പറയുകയോ എന്നെ സത്യത്തിലേക്ക് ലീഡ് ചെയ്യാനൊന്നും നിങ്ങളെ ആരും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഞാൻ അതെല്ലാം തകർത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞാൻ യേശു കർത്താവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പിതാവിനോടും മാതാവിനോടുമുള്ള
എൻ്റെ വൈരാഗ്യ മനോഭാവം നിമിത്തം ഞാൻ ഒരു ദിവസം എൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്ത കാര്യമാണ്. വേദനയോടെയാണ് ഞാനിത് പറയുന്നത്, സന്തോഷത്തോടെ ഒന്നല്ല, വളരെ വേദനയുണ്ട്. പക്ഷെ അന്ന് എൻ്റെ ഉള്ളിലുണ്ടായ അനുഭവം ഇങ്ങനെയാണ്. ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്തത്, പുറത്ത് നിന്ന് ഇവർ രണ്ടുപേരെയും വീടിനകത്താക്കി പുറത്ത് നിന്ന് പൂട്ടിയിട്ട് ജനല് വഴി പെട്രോള് ഒഴിച്ച് ഞാൻ കത്തിക്കും എന്നുള്ള പ്ലാൻ ചെയ്ത വ്യക്തിയാണ്. എൻ്റെ സ്വന്തം പിതാവിനെയും കത്തിക്കുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സന്തോഷത്തോടെ അല്ല പറയുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് നിരാശ വന്ന് അവരോടുള്ള വൈരാഗ്യം മൂത്ത് അത് ചെയ്യുവാനായിട്ട് എൻ്റെ അകത്ത് ഞാൻ പ്ലാൻ ചെയ്ത വ്യക്തിയാണ് പ്രിയപ്പെട്ടവര്. എന്നാൽ അതൊന്നും ചെയ്യുവാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെയും വൈഫ് തിരിച്ചു വന്ന് പിതാവിന്റെ കൂടെ താമസിക്കുമ്പോൾ സാന്ദർഭികവശാൽ ഈ ബൈബിളിലെ ഒരു വാക്യം എൻ്റെ ഉള്ളിലേക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ധൂർത്തുപുത്രന്റെ കഥ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ധൂർത്തുപുത്രൻ, പിതാവിൽ നിന്ന് അകന്നുപോയ ആ പുത്രൻ ഒരു സമയം തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് താന് വിശന്ന് വലഞ്ഞ സമയത്ത് പന്നി തിന്നുന്ന തീറ്റ, അതായത് ഒരു മൃഗത്തിന്റെ ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ, മനുഷ്യനാണ് മൃഗത്തിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ മനുഷ്യൻ, തൻ്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യന് ആ മൃഗത്തിന്റെ ഭക്ഷണം പോലും വിലക്കി എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് മൃഗത്തിന്റെ വില കൊടുക്കാത്ത അവസ്ഥ. ഞാൻ ഈ ബൈബിളിൽ വായിച്ചപ്പോൾ, ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനത് വ്യക്തമായി അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോ വാക്യങ്ങളും വളരെ ഘനമുള്ളതാണ്. കാരണം ഇതിന്റെ എല്ലാം സൃഷ്ടാവ് കർത്താവാണല്ലോ. കർത്താവിന് മനുഷ്യനെയും സാഹചര്യത്തെയും അറിയുന്നത് പോലെ ഒരാൾക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിലവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പറയാൻ കാരണം, എൻ്റെ ഭവനത്തിൽ പിതാവ് വളർത്തുന്ന പട്ടി പാലും ബിസ്ക്കറ്റും കഴിക്കുമ്പോൾ എൻ്റെ സ്വന്തം കുഞ്ഞ് കഞ്ഞിവെള്ളം കോരി കൊടുക്കായിരുന്നു അവൾക്ക്. ഞങ്ങൾ കഞ്ഞിവെള്ളം, മൃഗത്തിന്റെ പരിഗണന പോലും ഒരു മനുഷ്യ കുഞ്ഞിന് ലഭിക്കാതെ വളർന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒത്തിരി ഭാരത്തിലൂടെ ഞങ്ങൾ പോയി, നിരാശപ്പെട്ടു. ജീവിക്കുന്നത് എന്തിനാണെന്ന് ഒക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഒരു ദിവസം ഞാൻ TV ഇങ്ങനെ കണ്ടിരിക്കും. എനിക്ക് അതൊരു വലിയ വീക്ക്നെസ് ആയിരുന്നു. TV ഇങ്ങനെ കാണും. എൻ്റെ വേദനകളൊക്കെ മറക്കാനായിട്ട് പാട്ട് കേൾക്കും. പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. TV കണ്ടിരിക്കും. അത് ലേറ്റ് നൈറ്റ് മുഴുവൻ ചിലപ്പോൾ ഞാൻ കണ്ടിരിക്കും. അങ്ങനെ വൈഫും കുഞ്ഞുങ്ങളും ഉറങ്ങുമ്പോൾ ഞാൻ ഈ TV കണ്ടുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവര് നല്ല ഉറക്കത്തിലായി എന്ന് കണ്ടപ്പോൾ ഞാന് വൈഫിന്റെ സാരി എടുത്ത് ഫാനിൽ കെട്ടി തൂങ്ങി മരിക്കാനുള്ള പ്രോഗ്രാം ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കസേരയിൽ കയറി ഈ സാരിയൊക്കെ കെട്ടി എൻ്റെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇടാൻ നിൽക്കുന്ന സമയത്ത് കർത്താവ് ഉണർത്തിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഇളയ കുഞ്ഞു ഉണർന്നു. അവള് കരഞ്ഞപ്പോൾ വൈഫ് കണ്ണു തുറന്നു നോക്കുന്നത് എൻ്റെ ഈ നിപ്പാണ്. ഉടനടി പുള്ളിക്കാരി എൻ്റെ കാലിൽ കയറി ഇങ്ങനെ പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. അന്നേരം എനിക്ക് പിന്നെ ഒരു എന്താ പറയാ, ഒരു അല്പനിമിഷത്തെ കാര്യങ്ങളാണ് ഈ ആത്മഹത്യയിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നതെന്ന് അന്നേരം ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം ആ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അയ്യോ, ഞാൻ എന്നാ പണിയാ ഞാൻ ചെയ്യുന്നത്? ഞാൻ ഈ കുഞ്ഞുങ്ങളെയും ഇവളെയും ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താകും എന്നൊക്കെ പിന്നെ ചിന്തിച്ചു ഞാൻ. ആ ഒരു അല്പസമയത്തെ ആ ഒരു കാര്യമാണ് ആ ഒരു ആത്മഹത്യയിലേക്ക് ഞാൻ പോകുവാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷേ കർത്താവ് അതിന് സമ്മതിച്ചില്ല. ആ കുഞ്ഞെണീക്കാനും അങ്ങനെ വൈഫ് എൻ്റെ കാല് കെട്ടിപ്പിടിച്ച് ആ സംരംഭം അങ്ങനെ അവിടെ ഉപേക്ഷിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു എന്ന് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്രയ്ക്ക് നിരാശയാണ്. ജീവിച്ചിട്ട് കാര്യമില്ല, ജോലിയില്ല, ഇവരെ നോക്കാൻ പറ്റുന്നില്ല, വീട്ടിലാണെങ്കിൽ വലിയ ടോർച്ചറിങ്. അങ്ങനെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത്, ഞാൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത്, ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ പറയട്ടെ, ഒത്തിരി ദൈവസങ്കല്പങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. ഞാനൊരു 2-3 പേരൊക്കെയാണ് കൂടുതൽ ഞാൻ വിളിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ. പക്ഷെ അന്നേരവും യേശു എന്ന പേര് എനിക്കറിയായിരുന്നു കേട്ടോ.
യേശുവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ 1 മുതൽ 5 വരെ ഞാൻ പഠിച്ചത് സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് സ്കൂളിലാണ്, പള്ളി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ പള്ളിയുടെ അകത്തൊക്കെ കയറുമായിരുന്നു. ജീസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്, എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന 2-3 പേരുകളുടെ കൂടെ അന്നും ഞാൻ വിളിക്കുന്ന പേരായിരുന്നു യേശു കർത്താവിന്റെ. ജീസസ് വിളിക്കുകയും അന്ന് എനിക്കറിയില്ല, ഈ കത്തോലിക്കരൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് ഞാനും ഇങ്ങനെ കുരിശൊക്കെ വരയ്ക്കുമായിരുന്നു. എനിക്ക് യേശുവിന്റെ സ്നേഹമാണ്, എനിക്ക് യേശുവിനോട് ഇഷ്ടമായിരുന്നു. കൂടുതലൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു ദിവസം ഭവനത്തിലില്ല. എൻ്റെ വൈഫ്, ഞാൻ വന്നപ്പോഴാണ് അറിയുന്നത്, എൻ്റെ വൈഫ് എന്റെയും അവളുടെയും ജാതകം എടുത്ത് ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യന്റെ അടുത്ത് പോയി. ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ഈ ജാതകങ്ങൾ കാണിച്ചിട്ട് നോക്കി. ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ, ജ്യോത്സ്യര് കവടിയൊക്കെ നിരത്തി അവര് അവിധി ക്രമങ്ങളൊക്കെ അനുസരിച്ച് ഇവരിങ്ങനെ. അദ്ദേഹം ഈ ജാതകം കണ്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഒരു കാരണവശാലും ചേരത്തില്ല. നിങ്ങളെ ആരാ വിവാഹത്തിലേക്ക് നയിച്ചത്? ഇത് നിങ്ങൾ ജാതകം നോക്കാതെയാണോ വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, അല്ല, ജാതകം നോക്കിയിരുന്നു, 7 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ആ പറഞ്ഞ വ്യക്തിയെ വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങളുടെ ജാതകങ്ങൾ ചേരത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും നക്ഷത്രം ഒന്നാ, തൃക്കേട്ട നക്ഷത്രത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ജനിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ജനന സമയം അതനുസരിച്ച് ചേരത്തില്ല എന്ന് പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ രാശിചക്രത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അതൊക്കെ വായിച്ച് ഞാൻ ഒത്തിരി ആശ്ചര്യപ്പെട്ട് ഇരുന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്തിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത്. രാശിചക്രത്തെ അതിന്റെ സമയത്ത് നിനക്ക് പുറപ്പെടുവിക്കാമെന്ന്. രാശികള് ചേരാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ആ ചേർക്കാനായിട്ട് മനുഷ്യൻ നിനക്ക് പറ്റുമെന്ന് കൃത്യമായിട്ട് മനുഷ്യനോട് ദൈവം ചോദിച്ചിരിക്കുക അവിടെ. അപ്പൊ അതൊക്കെ ഞാൻ വായിച്ച് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ അദ്ദേഹം അങ്ങനെ നോക്കി, വളരെ പ്രഗത്ഭനായ മനുഷ്യനാണ്. ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ, ഞങ്ങളുടെ പാസ്റ്റ്, ഇതെല്ലാം ആക്യുറേറ്റ് ആയിട്ട് അദ്ദേഹം പറയാ. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ചേർന്ന് ജീവിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ മരണം വഴി നിങ്ങൾ വേർപിരിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് ഈ ജാതകങ്ങൾ അനുസരിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ വൈഫ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അവള് പറഞ്ഞു, ജ്യോത്സ്യരെ, 2 കുഞ്ഞുങ്ങളുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, അതുകൊണ്ട് ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പിന്നെ അങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഒരു പരിഹാരം എന്ന് പറഞ്ഞ ഒരു ശാശ്വത പരിഹാരമൊന്നുമല്ല, എങ്കിൽ ഒരു പൊത്തുപൊരുത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പിരിയാതെ 2 ആൾരൂപങ്ങൾ സ്വർണത്തിൽ ഉണ്ടാക്കി, അത് പൂജാവിധികൾ ചെയ്ത് ഞങ്ങളെ അതിലേക്ക് ആവാഹിച്ച്, അത് കാശി രാമേശ്വരത്ത് കൊണ്ടുപോയി വിധികർമ്മങ്ങൾ ചെയ്ത് അവിടെ നിമഞ്ജനം ചെയ്ത് ഞങ്ങള് സ്നാനപ്പെട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു വന്നാൽ, പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 10,000 ചിലവ്, അന്ന് 10,000 ചിലവുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ വൈഫിന് ലഭിച്ച സ്വർണമൊക്കെ ഞങ്ങള് ചെലവഴിച്ചു. ഞങ്ങളെ കൊണ്ട് പരമാവധി പറ്റാവുന്ന നിലയിലൊക്കെ ട്രീറ്റ്മെന്റിന് ശ്രമിച്ചു. പിന്നെ ജീവിതം മുന്നോട്ട് പോകണല്ലോ, ജോലിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഈ 10,000 ചെലവ് വരുന്ന ഈ കാര്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നെയും വൈഫിനെയും വളരെ സ്നേഹിക്കുന്നവർ പോലും അന്നേരം കൈമലർത്തി. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കാനായിട്ട് കഴിയും, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. എത്ര അർത്ഥവത്തായ വാക്യമാണെന്നറിയാമോ? ഞങ്ങളത് അനുഭവിച്ചത്, അനുഭവത്തിലൂടെ കടന്നുപോയത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതോ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്, ജീവിതാനുഭവമാണ് ഈ പറയുന്നത്. അന്നേരം സ്നേഹിക്കുന്നവർ പോലും കൈമലർത്തി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കും പരിമിതികളുണ്ടല്ലോ, അവർക്കും കുടുംബമുണ്ട്, ജീവിത സാഹചര്യങ്ങൾ അവരും ഫേസ് ചെയ്യുന്നവരാണ്, വല്ലാതെ സാമ്പത്തികമൊക്കെ ഉള്ളവരല്ല. എങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിക്കാമായിരുന്നു എന്നൊക്കെ പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം. ആ നിലയിൽ ആരും അങ്ങനെ ചെയ്യാനായിട്ട് മനസ്സ് വച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചെലവുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഒഴിവായി എന്നുള്ളതാണ് ഇത്തരണത്തിൽ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെലവ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ അദ്ദേഹം പറഞ്ഞത്, ഒരു പൊത്തുപൊരുത്ത അവസ്ഥയിൽ
നിങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല 55, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 55 വയസ്സ് കഴിയാതെ സ്വന്തം കാലിൽ ഞാൻ നിൽക്കില്ല. അതായത് ഞാൻ സ്വന്തമായിട്ട് ഇവരെ പോറ്റി പുലർത്തില്ല. ആരെങ്കിലുമൊക്കെ സഹായിച്ച് വേണം ഇവരെ ഞങ്ങള് പോറ്റി പുലർത്തണമെങ്കിൽ, നിങ്ങൾ ജീവിക്കണമെങ്കിൽ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് നിങ്ങൾ ജീവിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈഫ് വളരെ വിഷമത്തോടെ വീട്ടിൽ വന്ന് ഇത് എന്നോട് ഷെയർ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ജീവിക്കുന്നേ? മരണത്തിലോട് അടുക്കുന്ന സമയത്താണോ പിന്നെ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് ഞാൻ ആത്മഹത്യക്കുള്ള ശ്രമമൊക്കെ നടത്തിയത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ പോകുമ്പോൾ ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം, എൻ്റെ പിതാവ് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ എൻ്റെ കോപ സ്വഭാവം കൊണ്ടും എന്നെ ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടും ആയിരിക്കാം അദ്ദേഹം എനിക്ക് ജോലിക്ക് വേണ്ടി, അതായത് തൃശ്ശൂര് മണ്ണുത്തിയിൽ അടുത്ത ഒരു ഡിസ്റ്റിലറി ഉണ്ട്, അവിടെ ജോലി കിട്ടണമെങ്കിൽ ഒരു 50,000 രൂപ കൊടുത്താൽ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് പിതാവിനോട് ആവശ്യപ്പെടുകയും പിതാവിന്റെ കയ്യിൽ നിന്ന് ഈ 50,000 രൂപ വാങ്ങി. എൻ്റെ ഒരു ബന്ധുവാണ് വേറെ ഒരു വ്യക്തിയുമായിട്ട് വന്നിട്ട് ആ വ്യക്തിക്ക് അവിടെ ഹോൾഡ് ഉണ്ട്, രാഷ്ട്രീയപരമായിട്ട് മറ്റൊക്കെ ഹോൾഡ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 50,000 കൊടുത്തു. കുരുമേ കുരു എന്ന് പറഞ്ഞതുപോലെ ഈ 50,000 പോയി കിട്ടി. അപ്പൊ പിന്നെ പിതാവിന് ഉള്ള ദേഷ്യം അങ്ങ് മൂർച്ഛിച്ചു, ഇരട്ടിയായി. അദ്ദേഹം വളരെ ഫ്രോഡായിരുന്നു. ആ മനുഷ്യൻ എന്റെ ബന്ധുവിന് അറിഞ്ഞോ അറിയാതെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ആ പൈസ പോയി കിട്ടാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം എന്നെ വഞ്ചിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണം എന്നുള്ള ചിന്തയായി. ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് ഇന്നും ഞാൻ ഓർക്കുന്നു, ഒരു തിരുവോണ നാളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ. ഒരു തിരുവോണ നാളിൽ, മനസ്സിലാക്കണം, ഒരു തിരുവോണത്തിന്റെ ദിവസം ഹൈന്ദവരെ സംബന്ധിച്ചൊക്കെ, ഹൈന്ദവരെന്ന് മാത്രമല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങള് ഈ കുഞ്ഞുങ്ങളുമായി ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിരാഹാരിയിരിക്കുന്ന പോലെ ഇരിക്കാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അദ്ദേഹം അവസാനമാണ് അവര് പറയുന്നത്, ഞങ്ങൾ പോലും ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളെ നോക്കുന്നതിൽ പോലും അദ്ദേഹം ഫ്രോഡാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പോരാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇത് പറയാനുള്ള കാരണം, എന്റെ ഉള്ളിൽ പക മൂത്തു അദ്ദേഹത്തോട്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും, അദ്ദേഹത്തെ മാത്രമല്ല ഈ ബന്ധുവിനെയും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ അകത്ത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബന്ധുവിന്റെ, ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ അനുജന്റെ വിവാഹം വരികയാണ്. ആ വിവാഹം അടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അകത്ത് പ്ലാൻ ചെയ്തു, അതായത് വിവാഹത്തിന്റെ തലേ ദിവസം പോയി ഇവരോട് പ്രശ്നം ഉണ്ടാക്കണം. പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ അവരെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. രണ്ടിലൊന്ന് സംഭവിക്കും. അങ്ങനെ ഞാൻ ഉറച്ച തീരുമാനമെടുത്ത വ്യക്തിയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം, അങ്ങനെ തീരുമാനമെടുത്ത വ്യക്തി, ആ കല്യാണത്തിന് ഞാൻ പോയത് യേശു കർത്താവിനെ അറിഞ്ഞതിന് ശേഷമാണ്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് അനന്തരമാണ് ഞാൻ അവിടെ പോയത്. അവിടെ തലേ ദിവസം പോയി അവരോട് വളരെ സ്നേഹത്തിൽ ഇടപെട്ട് സംസാരിച്ച്, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് പ്രയാസമൊന്നുമില്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പോരാൻ കർത്താവ് കൃപ ചെയ്തു എന്നുള്ളതാണ്. മനുഷ്യനെ ഇത്രയധികം മാറ്റുന്ന ഒരു ദൈവം, ആ ഒരു സംവിധാനം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഞാന് എൻ്റെ സ്വഭാവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കോപ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല കോപം വരുമ്പോൾ അസഭ്യ വാക്കുകൾ ഇങ്ങനെ നിറയെ എൻ്റെ വായിലൂടെ വരും. എൻ്റെ വൈഫൊക്കെ ഒത്തിരി വേദനിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. എനിക്ക് തന്നെ വിഷമമായിരുന്നു. സ്റ്റാൻഡേർഡുള്ള ആളുകളുടെ അടുക്കൽ പോകുമ്പോൾ എൻ്റെ ക്യാരക്ടറിനാണോ അത് ബാധിക്കുക എന്ന് വിചാരിച്ച് ഇതിൽ നിന്നൊരു മാറ്റം വരണമെന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഇതിന് പരിഹാരം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തില് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ തൃശ്ശൂരുള്ള ഒരു ബ്രാഞ്ചിൽ മെഡിറ്റേഷന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അവിടെ മെഡിറ്റേഷൻ ചെയ്ത് ഒത്തിരി വ്യത്യാസം വന്ന ആളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ട് ഞാൻ അതിന് ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല പ്രിയപ്പെട്ടവര്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ കർത്താവിന്റെ അറിഞ്ഞ് അതായത് ഈ പ്രാർത്ഥനാലയത്തിൽ ഞാൻ വന്നിരുന്ന്, അത്ഭുതമാണത് ഞങ്ങൾക്ക് എപ്പോഴും. എന്റെ വൈഫ് അത് എപ്പോഴും പറയുമായിരുന്നു. ഈ പ്രാർത്ഥനാലയത്തിൽ വന്നിരിക്കുക, പ്രാർത്ഥിക്കുന്നവര് വചനം പറയുന്നു, ഇത് കേൾക്കുന്നു, വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ, ഞാനൊരു എഫർട്ട് വിടാതെ ആ വാക്കുകളെല്ലാം എൻ്റെ വായിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ആ സ്വഭാവമേ മാറിപ്പോയി. അതാണ്
എനിക്ക് പറയാനുള്ളത്. ഈ കർത്താവും ഈ കർത്താവിന്റെ വചനങ്ങളും അതിന്റെ ശക്തി എന്ന് പറയുന്നത്, എന്റെ കേൾവിക്കാരെ, നിങ്ങളുടെ ഏത് വിഷയത്തിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരുവാൻ എത്ര എത്ര എന്താ പറയാ നാശമായി പോയി എന്ന് ചിന്തിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും അതിനെ എല്ലാം പണിതെടുത്ത് കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആ വചനത്തിന്റെ കേൾവി, ആ വചനത്തിന്റെ വായന നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യാരോമ ടിവിയുടെ പ്രേക്ഷകരോട് ഇത്തരുണത്തിൽ എനിക്ക് പറയാനുള്ളത്, തിരുവെഴുത്ത്, ബൈബിൾ നിങ്ങൾ വായിക്കുക, ബൈബിൾ വചനങ്ങൾ നിങ്ങൾ കേൾക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായ മാറ്റം കൊണ്ടുവരും എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയും. അങ്ങനെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് എൻ്റെ വൈഫ് വിവാഹത്തിന് മുമ്പ് ഒരു ചിട്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവളുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ഉഷ ചേച്ചി ഉണ്ട്. സീനിയറാണ്, അവളെക്കാളൊക്കെ സീനിയറാണ് ഉഷ ചേച്ചി. ആ ഉഷ ചേച്ചി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇന്നും ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ഗുരുവായൂരിൽ നിന്ന് നിവേദ്യ ചോറ് ഇന്നും കൊണ്ടുപോകുന്നുണ്ട്. അവർ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും വല്ലാത്ത പ്രയാസത്തിലൂടെയൊക്കെ അവർ കടന്നുപോയ സാഹചര്യത്തിൽ അവര് ഈ സുവിശേഷം കേട്ട് അവർ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫുമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയും. ഇന്നും ഞാൻ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബൈബിളിലൊരു വാക്യമുണ്ട്, ഈ ഭാര്യമാരോടാണത് പറയുന്നത്, സുവിശേഷം വചനം കൂടാതെ നിങ്ങളുടെ ദൈവത്തെ അറിയാത്ത നിങ്ങളുടെ ഭർത്താക്കന്മാർ ചേർന്ന് വരാനായിട്ട് ഇടയായി തീരുമ്പോൾ സുവിശേഷം പറയാതെ ഒരാള് യേശുവിനെ അറിയുമെന്ന് ഞാൻ ആ വാക്യത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. സത്യത്തിൽ ആരും ഞങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടല്ല യേശുവിനെ അറിഞ്ഞത്. പക്ഷെ പുള്ളിക്കാരി ഉഷേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ ഇവളോട് പങ്കുവെക്കുമായിരുന്നു. അവര് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങള്, ഇതെല്ലാം പറയുമായിരുന്നു. പക്ഷേ യേശു രക്ഷിക്കുന്നു, യേശു അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയ്ക്ക് വരണം, സുവിശേഷം അനുസരിക്കണം, ഇതൊന്നും വൈഫിനോട് ആ പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. ജീവിതാനുഭവങ്ങൾ പറയും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇവള് വിഷമം വരുമ്പോൾ ഈ ഉഷേച്ചിയെ വിളിച്ച് പറയും, പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്ട്രഗിളിംഗ് ആണ്, പ്രാർത്ഥനയൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണല്ലോ ഞങ്ങൾ അറിയുന്നത്, നമ്മള് യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി നശിച്ചു പോകുന്ന മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് വന്നത് എന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണല്ലോ പിന്നീട് എല്ലാവർക്കും വേണ്ടി എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മതം മാറ്റാനല്ലല്ലോ. അതുകൊണ്ട് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നീടാണല്ലോ ഞങ്ങൾ അത് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇടയായി തീരും. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ വൈഫ് പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ഈ താഴെയുള്ള കുഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ അപ്പന്റെ കൂടെയാണ്, പിതാവിന്റെ കൂടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എൻ്റെ അനുജന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അന്നേരം. അപ്പൊ അനുജന് നല്ലൊരു വിവാഹം നടക്കാനായിട്ട് ഞങ്ങള് തടസ്സമാകുമെന്നൊരു ചിന്ത പിതാവിന് വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞ് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നത്. കുഞ്ഞ് വളരെ ഫിക്സ് അടിച്ച് വളരെ പ്രയാസപ്പെട്ടു. അപ്പൊ ഞങ്ങള് ഇതിനു മുമ്പാണ് പിതാവ് ഈ എൻ്റെ അനുജന് നല്ലൊരു വിവാഹം ലഭിക്കാൻ ഞങ്ങൾ തടസ്സമാകുന്നു എന്നുള്ള ചിന്തയിൽ, ഞങ്ങളോട് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു തറ കെട്ടി ഒരു റൂമോ മറ്റോ പണിത, ഒരു അടുക്കളയും റൂമും പണിത ഒരു വീട് ഞങ്ങൾക്ക് വാങ്ങി തരാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് എൻ്റെ പേരിലൊന്നും രജിസ്റ്റർ ചെയ്ത് തന്നില്ല, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഞങ്ങളെ അങ്ങോട്ട് മാറ്റി. അത് പിന്നീട് മനസ്സിലായി, അയൽവക്കത്തുള്ളവരാണ് പിതാവ് പറഞ്ഞത് ഞങ്ങളോട് ഷെയർ ചെയ്തത്. ഇങ്ങനെയാണ്, ഇതാണ് ചേതോവികാരം, അനുജന് നല്ലൊരു വിവാഹം നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നടക്കത്തില്ല എന്നുള്ള ചിന്തയിലാണ് മാറ്റാൻ. എന്തോ ആവട്ടെ, ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്താണ് ഇളയ കുഞ്ഞിന് ഇതുപോലെ മാരകമായി ഫിക്സ് അടിക്കുകയും അവള് നീല കളറായി മരിച്ച പോലെയായി തീർന്നു. ഞാൻ അവളെ വാരി എടുത്ത് ഓടുകയായിരുന്നു, വണ്ടി കിട്ടാതെ. റോട്ടിലൂടെ ഓടുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്ന ഒരു പാർട്ടി ഞങ്ങളെ കണ്ട് അവിടെ നിർത്തി. അങ്ങനെ അവരെ ഇറങ്ങി, ആ ഓട്ടോറിക്ഷയിലുള്ളവരെ ഇറങ്ങി
അവര് ഈ ഓട്ടോറിക്ഷയിൽ കയറ്റി കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂരുള്ള ഒളരിക്കരയുള്ള മദർ ഹോസ്പിറ്റലിലേക്കാണ് അന്ന് ആ കുഞ്ഞിനുമായിട്ട് ഞങ്ങൾ വന്നത്. മദർ ഹോസ്പിറ്റലിൽ വന്ന് കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. വളരെ സീരിയസ് ആയിരുന്നു. അന്നേരം ഈ ഉഷ ചേച്ചി പോകുന്ന ചർച്ചിലെ ആന്റിയുമായിട്ട്, ലീലാമാൻറ്റി, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒട്ടും മറക്കാൻ കഴിയാത്ത പേരുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീലാമാൻറ്റി അവരുമായിട്ട് ഞാൻ കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു, ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവർ സംസാരിച്ചു. അവർ പോയതിന് ശേഷം എൻ്റെ വൈഫ് പെട്ടെന്ന് ഈ ഉഷ ചേച്ചിയെ വിളിച്ച് പറയാണ്, ഉഷ ചേച്ചി, ഞാൻ അങ്ങോട്ട് വരികയാണ്, പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇവളോട് വരാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഇവള് ഓട്ടോമാറ്റിക് അങ്ങനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു വൈഫ്, ഞാനിങ്ങനെ ഉഷേച്ചിയോട് അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് ചെല്ലാമെന്ന് പറഞ്ഞു, ചേട്ടൻ പോരുന്നുണ്ടോ? അപ്പൊ ഞാൻ വളരെ കൂളായി പറഞ്ഞു, ഞാനും വരാം. ആദ്യം അവള് കരുതിയത് ഞാൻ അവളെ കളിയാക്കുകയാണെന്നാ കരുതിയത്. പക്ഷേ ഞാന് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്, നമുക്കൊരു പരിഹാരം കിട്ടുന്നെങ്കിൽ അതിനെന്താ കുഴപ്പം? യേശുവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ഒരു ശനിയാഴ്ചയാണ്, ഇന്നും ഞാൻ ഓർക്കുന്നു. ഒരു ശനിയാഴ്ചയാണ് ഉഷ ചേച്ചിയുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അവര് ശനിയാഴ്ച. അങ്ങനെ അവിടെ നിന്ന് ചർച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കുന്നംകുളം അടുത്തുള്ള കുറുക്കമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഷാരോ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു കൂട്ടായ്മയാണ് അവർ പോകുന്നത്. എന്നാൽ അവർ താമസിക്കുന്നത് ഗുരുവായൂർ ആനക്കോട്ട അടുത്ത കോട്ടപ്പടി, അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ മനക്കൊടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ വൈകിട്ട് ഞങ്ങൾ പോകാൻ സമയത്ത് ഈ പറഞ്ഞ പോലെ കുഞ്ഞിന് വീണ്ടും അസുഖം വരുന്നു, ആകെ അസ്വസ്ഥ ഉണ്ടാകുന്നു, വളരെ പ്രയാസം നേരിട്ടു, പോകാൻ കഴിയാത്ത നിലയിൽ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും പോകാൻ ചെല്ലാമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വാക്ക് പറഞ്ഞാൽ എനിക്കത് നിറവേറ്റണം. അതെനിക്കൊരു വാശി പോലെയാണ്. അപ്പൊ ഞാൻ എന്ത് വന്നാലും പോകണമെന്ന് വൈഫിനോട് പറഞ്ഞ് ആ കൊച്ചുങ്ങൾ രണ്ടുപേര് ഞങ്ങൾ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് തിരി ബന്ധപ്പാടാണ്. ഇവരിടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും, ഇവരുടെ മലമൂത്ര വിസർജനമൊക്കെ നടത്തുമ്പോൾ ഒരുപാട് തുണികൾ എടുക്കണം, ഒക്കെ ചെയ്ത് ഞങ്ങള് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8:30 ആയി കാണും ഞങ്ങൾ രാത്രി. അവര് പോലും വിചാരിച്ചില്ല ഞങ്ങൾ ഇനി വരുമെന്ന്. ഞങ്ങൾ വരില്ല എന്ന് അവർ കരുതിയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. വളരെ സന്തോഷമായി ഞങ്ങൾ അവിടെ ചെന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ചർച്ചിലേക്ക് ചെല്ലുന്നത് ഇന്നും ഞാൻ ഓർക്കുക. ആദ്യമായിട്ട് ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു സ്നാനം നടക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. സ്നാനം ഞങ്ങൾക്ക് അന്നൊന്നും അറിയില്ല, ഇത് എന്നെ ഈ കാണിക്കുന്ന ഒന്നും മനസ്സിലായില്ല. പക്ഷെ സ്നാനം കണ്ടുകൊണ്ടാ ഞങ്ങള് ആദ്യമായിട്ട് സഭയിലേക്ക് ചെല്ലുന്നത്. ഇത് കാണുമ്പോൾ ഉഷേച്ചിയൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്നു, പ്രാർത്ഥനയ്ക്ക് കൂടി, പ്രാർത്ഥനയ്ക്ക് ഇരുന്നു, യേശു കർത്താവിനെ കുറിച്ച് വചനമൊക്കെ കേട്ടു. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾ ചുമ്മാ ചെന്നിരിക്കുകയാണ് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട്. അങ്ങനെ കർത്താവ് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് വന്നതും കർത്താവ് ചെയ്ത രക്ഷന്റെ പ്രവൃത്തിയെക്കുറിച്ചും കാൽവരിയുടെ യാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടു. ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. അപ്പോ ഈ കത്തോലിക്കര് നിങ്ങൾക്കറിയാലോ, ഒരു പ്രദക്ഷിണം നടത്തുമല്ലോ ദുഃഖവെള്ളി ദിവസം. ഒരു ക്രൂശിച്ച രൂപമൊക്കെ വെച്ച് അങ്ങനെ ഒരു പ്രദർശനമൊക്കെ നടത്തുന്നതൊക്കെ വളരെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കണ്ടു നിന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഒക്കെ കണ്ടു നിന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഇതായിരുന്നു അല്ലേ യേശുവിനെ ക്രൂശിച്ചത്, ഇങ്ങനെയായിരുന്നു, ഈ അനുഭവമായിരുന്നു, ഇതുകൊണ്ടുള്ള ഗുണം ഇതാണ് എന്നൊക്കെ അന്നേരമാണ് മനസ്സിലായത്. പക്ഷെ ബൈബിളുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. യേശു രക്ഷിക്കാനായിട്ടാണ് ഒരു ക്രിസ്ത്യാനിയെ രക്ഷിക്കുന്ന, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല യേശു മാനവകുലത്തിന്റെ രക്ഷകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ രക്ഷയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ലോജിക്കലി മനസ്സിലായി, യേശു കർത്താവ് പാപത്തിന് പരിഹാരം വരുത്തി, അനന്തരം യേശുവിലൂടെ പാപക്ഷമയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അങ്ങനെ ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു. 2000 ജൂൺ 17 ഇന്ന് ഞാൻ ഓർക്കുന്നു.
2000 ജൂൺ 17 യേശുവിനെ രക്ഷകനും കർത്താവായിട്ട് ഞങ്ങൾ അംഗീകരിച്ച്. പക്ഷേ എന്നാലും കൂടുതൽ വചനം കാര്യങ്ങളും ഒന്നും അറിയില്ല, ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ആ സമയത്ത് ഞാൻ എടുത്തു പറയട്ടെ, ആരെങ്കിലുമൊക്കെ ഈ അരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങിയെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ വൈഫ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും, ഇരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സഭായോഗം, അതായത് ഞായറാഴ്ച സഭാരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് ശനിയാഴ്ച ഈ ഉഷ ചേച്ചി എന്ന് പറയുന്ന ഉഷ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ, മാവേലിക്കരയോ മറ്റോ ഉള്ള ഒരു സഹോദരനാണ്, രാജു ബ്രദർ എന്ന് പറയും. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഈ സഭയിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ആളും കൂടിയാണ്. തിരുവഴുത്ത് വചനം പ്രസംഗിക്കും, ശുശ്രൂഷകളൊക്കെ ഉള്ള ഒരു സഹോദരനാണ്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം കർത്താവിന്റെ വേലയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വരുന്നു എന്ന് ഉഷേച്ചിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഉഷേച്ചി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സുഹൃത്ത് രതി ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഉണ്ട്, വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണ് ഭയങ്കര ഭാരപ്പെടുന്നവര്, നല്ല പ്രാർത്ഥനയോടെ വരണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഈ ഉഷേച്ചിയോട് പറയാണ്, അതായത് സിസ്റ്ററെ, നിങ്ങളുടെ സുഹൃത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു, അതായത് എൻ്റെ വൈഫിന്. അപ്പോ ഉഷേച്ചി പറഞ്ഞു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ അവൾക്ക് കുഴപ്പമുണ്ട്, പുള്ളിക്കാരത്തി കുഴപ്പമുണ്ട്, നാളെ നമുക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹം വന്നു, സഭായത്തിൽ ഇരിക്കുകയാണ്, ആരാധന തുടങ്ങി, പാട്ടൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ രതിയുടെ അടുത്തൊക്കെ ആയിട്ട് ഇരുന്ന് ആത്മാവിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചവർ. അപ്പൊ ഞങ്ങൾക്കൊന്നും ഒന്നും അറിയില്ലല്ലോ, ഈ അഭിഷേകം പ്രാപിക്കുക എന്താന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അഭിഷേകം പ്രാപിച്ചവര് ഈ ആരെങ്കിലും ഉണ്ടെങ്കിൽ രതിയുടെ അടുത്ത്, ഈ സഹോദരിയുടെ അടുത്ത് ഇരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി. അപ്പൊ എല്ലാവരും കണ്ണടച്ച്, ഞാൻ നോക്കുമ്പോ എല്ലാവരും കണ്ണടച്ച് കൈയടിക്കുന്നു. അപ്പൊ പിന്നെ ഞാനും അത് ഇമിറ്റേറ്റ് ചെയ്യാണ്, അറിഞ്ഞിട്ടൊന്നുമല്ല. എല്ലാവരും കണ്ണടച്ച്, അപ്പൊ ഞാനും കണ്ണടച്ചിട്ട് ഇങ്ങനെ കൈകൊട്ടി നിൽക്കുക. കൈകൊട്ടി നിൽക്കുമ്പോൾ ആരോ എന്നെ തട്ടി ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഒരു പാമ്പ് കിടന്ന് എഴയുന്നത് പോലെ എൻ്റെ വൈഫ് അവിടെ കിടന്ന് എഴയുകയാണ്, പാമ്പ് കിടന്ന് എഴയുന്നത് പോലെ എഴയുകയാണ്. അപ്പൊ ഈ രാജു ബ്രദർ, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന രാജു ബ്രദർ വൈഫിനോട് പറയാണ്, വൈഫിനെ നോക്കി പറയാണ്, ഇത് കർത്താവിലുള്ള കുഞ്ഞാണ്, ഇനി ഇവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, യേശുവിന്റെ നാമത്തിൽ ഇവളെ വിട്ടുപോകാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നേരം ഇവള് അവിടെ വീണു. പിന്നെ ഇന്ന് വരെ പ്രാർത്ഥനയിൽ ഇരുന്ന് അവൾ ഉറങ്ങിയിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ വൈഫ് പ്രാർത്ഥനയിൽ ഇരുന്ന് ഉറങ്ങിയിട്ടില്ല, തലവേദന വന്നിട്ടില്ല. പിന്നെ വളരെ ശക്തമായി, എന്നേക്കാളൊക്കെ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത അനുഭവം അവൾക്ക് അതിന് ശേഷമാണ് ഉണ്ടായത്. ഞങ്ങള് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, പിന്നെയാണ് ഞാൻ ഓർത്തത്. അപ്പോ ഞാൻ വൈഫിനോട് ചോദിച്ചു, അപ്പൊ ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇതിനൊക്കെ സേവിച്ചത്? ഞാൻ ആരെയും ഹർട്ട് ചെയ്യാൻ പറയല്ല കേട്ടോ, എന്റെ കേൾവിക്കാരെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതായത് എൻ്റെ വൈഫ്, എനിക്കും തറവാട് അമ്പലമുണ്ട്, ഞങ്ങൾക്കും തറവാട്ടിൽ അമ്പലമുണ്ട്, എൻ്റെ വൈഫിന്റെ തറവാട് വക അമ്പലമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഈ നാഗങ്ങൾക്ക് കളം നടത്തുക പറയും. അങ്ങനെ കരിനാഗം, അഞ്ജനമണി നാഗം, ഈ നാഗങ്ങളൊക്കെ വെളിപ്പെടും ഇത് നടത്തുമ്പോൾ. പക്ഷേ നാഗയക്ഷിയും നാഗരാജാവും അങ്ങനെ വെളിപ്പെടില്ല. നാളുകളായിട്ട് വെളിപ്പെടാതെ നിൽക്കുന്ന നാഗയക്ഷി എൻ്റെ വൈഫിലൂടെയാണ് അന്ന് അവരുടെ ക്ഷേത്രത്തിൽ വെളിപ്പെട്ടത് ഒരിക്കൽ. അങ്ങനെ നാഗയക്ഷിക്ക് തുള്ളിയ വ്യക്തിയായിരുന്നു ഇവള്. അതാണ് ഇവളെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്ത് പിന്തുടർന്നിരുന്നത്. അതിനെയാണ് ഈ രാജബ്രദർ യേശു കർത്താവിന്റെ നാമത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ശാസിച്ചപ്പോൾ അന്നേരം തന്നെ അത് വിട്ടുപോയി. യേശുവിന്റെ നാമം കേട്ടപ്പോഴേ അത് ഫ്രീ ആയി എന്നുള്ളതാ. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്നാണ്
പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ യാതൊരു വിധത്തിൽ ഉറക്കം വരികയോ തലവേദന വരികയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ എന്താ പറയാ, ഞങ്ങള് ഈ ലീലാമാൻഡി എന്ന് പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് വന്ന് ഞങ്ങൾക്ക് വീട് താമസിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഒത്തിരി ദൂരത്തിലാണ്, ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ വരണം. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഇവര് തന്നെ പറഞ്ഞ്, ഈപ്പച്ചൻ പാസ്റ്റർ എന്ന് പറയും, ലീലാമാൻഡി, അതായത് പാസ്റ്റർ ഈപ്പച്ചൻ പാസ്റ്റർ എന്ന് ഞങ്ങൾ പറയാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചാണകം മെഴുകിയ തറയാണ് കേട്ടോ. എന്നും ഞാൻ ഓർക്കുകയാണ്. പ്രിയ പാസ്റ്റർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞാൻ വളരെ സ്നേഹത്തോടെ വേദനയോടെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഡെഡിക്കേറ്റഡ് ആയ ഒരു ദൈവദാസനും കുടുംബമാണ് അവര്. ഞങ്ങളെ മക്കളായാലും അഭിമാൻ, ആ കുഞ്ഞ് മോള്, അവരൊക്കെ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. വളരെ നന്ദിയോടെ ഞങ്ങൾ ഈ സമയം അത് ഓർക്കുകയാണ്. അവര് ആ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ പാസ്റ്ററുടെ വീട്ടിൽ താമസമാക്കി. ചാണകം മെഴുകിയ വീടാണ്, സൗകര്യങ്ങളൊന്നുമില്ല. അവർക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു കിടക്ക എൻ്റെ കുഞ്ഞുങ്ങൾ കിടന്ന് മൂത്രമൊഴിച്ച് നശിച്ചുപോയി എന്നുള്ളതാണ്. ഇന്നും അത് മേടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നും ഓർക്കുകയാണ്. പക്ഷെ ദൈവം അവരെ മാനിച്ചു കേട്ടോ. കഷ്ടപ്പെട്ടതിനൊക്കെ ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരുടെ വീട്ടിൽ, പാസ്റ്ററുടെ വീട്ടിൽ ഞങ്ങൾ താമസമാക്കി. അവിടെ നിന്ന് താമസിച്ച് ഞങ്ങൾ അവിടെ അന്നേരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വൈഫ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, സ്നാനപ്പെടണം എന്നാണ് എല്ലാവരും പറയുന്നത്. സ്നാനപ്പെടണം, അപ്പൊ നമുക്ക് സ്നാനപ്പെടാം. ഞാൻ പറഞ്ഞു, നമുക്കൊരു പാരമ്പര്യമുണ്ട്, നമുക്കൊരു കാര്യമുണ്ട്. യേശു കർത്താവിനോടും യേശുവിനെ പ്രാർത്ഥിക്കുന്നത്, യേശുവിനെ വിളിക്കുന്നു, ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എന്താ കുഴപ്പം? അപ്പൊ എല്ലാ ദൈവങ്ങളും ഒന്ന് എന്നൊരു സങ്കല്പമാണല്ലോ, അത് തന്നെയായിരുന്നു എൻ്റെ അകത്ത് കിടന്നിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെട്ട് ഈ ഒരു മാർഗത്തിലേക്ക് മാറി നമ്മുടെ എല്ലാം വിട്ട് മാറിപ്പോരുക എന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതൊന്നും വേണ്ട, അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ലീലാമാൻഡി എന്നോട് പറയും, ബൈബിൾ വായിക്കണം. നന്നായി പ്രാർത്ഥിക്കുന്ന ആന്റി കേട്ടോ, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ആന്റിയാ. ബൈബിൾ വായിക്കണം എന്ന് പറയും. ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അവിടെ ഒരു ഇറയുണ്ട്, ഒരു ഉമ്മറുണ്ട്. അവിടെ കൈവയ്ക്കുന്ന ഒരു കൈവരി പോലെ ഒരു ചുമരുണ്ട്. അതിന്റെ അടുത്ത് കസേരയിലിരുന്ന് ആ ചുമരിൽ കൈവച്ച് ഞാൻ ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ച് തുടങ്ങി 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങും. എത്ര ഉറക്കമില്ലാത്ത വ്യക്തിയും ബൈബിൾ വായിച്ചോ, സ്ലീപ്പിംഗ് പിൽസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ആന്റിയോട്. ഞാൻ പറഞ്ഞു, ആന്റി ഇതെന്താണ്? ഞാൻ ഈ രാമായണം മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നമുക്കൊരു ത്രില്ലാണ് വായിക്കാനും കേൾക്കാനൊക്കെ ആയിട്ട്. ഇതെന്നാ ആന്റി, ഇത് ഇന്നാരും ജനിപ്പിച്ചു, കുറച്ച് ആളെ ജനിപ്പിക്കുമ്പോഴേക്കും ഞാനങ്ങ് ഉറങ്ങിപ്പോകും. വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക്, ഇത് ഒരു വായിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ആന്റി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. ആന്റി പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വചനമാണ്, സാക്ഷാൽ സൃഷ്ടാവിന്റെ വചനമാണിത്. ഇത് വായിക്കുമ്പോൾ വളരെ പ്രാർത്ഥിച്ചു വായിക്കണം. ഇത് നമുക്ക് സാധാരണ മനസ്സിലാവില്ല. കർത്താവ് നമ്മളോട് കൃപ ചെയ്യണം. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു വേണം മോനിത് വായിക്കാനെന്ന് അവർ വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു. ഞാനും പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം മനസ്സിലാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആന്റി, ഞാൻ പറഞ്ഞല്ലോ, വളരെ നന്നായി പ്രാർത്ഥിക്കുന്ന ആന്റിയാ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാനിരുന്ന് വായിക്കുകയാണ്. അന്നൊന്നും എനിക്ക് അറിയില്ല, ബൈബിളിൽ ഒരു ഉള്ളടക്കങ്ങളും അറിയില്ല, ഒരു ക്യാരക്ടറിനെ എനിക്കറിയില്ല. ഇവര് പത്രോസ്, പൗലോസ് എന്ന്, യോഹന്നാൻ എന്നൊക്കെ ഇവര് പറയുന്നു എന്ന് കേൾക്കുന്നതല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാന് ഈ ജനിപ്പിച്ചു എന്നുള്ളതല്ല, അപ്പൊ അതൊക്കെ മറച്ച് ഞാൻ വേറൊരു ഭാഗത്ത് വായിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഓർക്കുന്നു, അതെടുത്തത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. അതാണ് ഞാൻ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. ആ വായന, അന്നത്തെ വായന ഇന്നും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ശരീരം കോരിത്തിരിക്കുകയാണ്. ആ വായന എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അന്ന് ഞാൻ 9-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, ബൈബിളിനെ കുറിച്ച് യാതൊരു വസ്തുത അറിയില്ല, ഒരു ക്യാരക്ടറും അറിയില്ല. അങ്ങനെ വായിക്കുന്ന ഞാൻ ശൗലിനെ കുറിച്ച് വായിച്ചു പോവുകയാണ്.
ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗല് നിലത്ത് വീഴുന്നു, ശൗലെ ശൗലെ എന്ന് വിളിക്കുന്നു, അങ്ങനെ കണ്ണു കാണാതെയാകുന്നു. ആ ഭാഗം വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ആരോ പറയുന്നത് പോലെ, ശൗലിനെ ഞാൻ പിടിച്ചതുപോലെ നിന്നെ എനിക്ക് വേണ്ടി പിടിച്ചതാണ് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ ജീവിതത്തിലെ കൊളുത്താണ്. അപ്പൊ ശൗലിനെ കർത്താവ് പിടിച്ചതാണെന്നൊന്നും എനിക്കറിയില്ല. അതാണ് എന്റെ കേൾവിക്കാർ മനസ്സിലാക്കേണ്ടത്. ആരും എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടല്ല യേശു കർത്താവിനെ ഞാൻ സേവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ശൗലിനെ പിടിച്ചതാണെന്നോ ശൗലിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ അകത്ത് ആരോ പറയുന്നത് പോലെ, ഈ ശൗലിനെ ഞാൻ എനിക്കായിട്ട് പിടിച്ചതുപോലെ നിന്നെ പിടിക്കാൻ വേണ്ടിയായിരുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങൾ. എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദൈവം അതിന്റെ പൊരുളുകളെ തിരിച്ചു തരാൻ തുടങ്ങി. അത് വായിക്കുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയി. ആ ഓരോ കാര്യങ്ങൾ ദൈവം എനിക്ക് റിവീൽ ചെയ്ത് തരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അതിനുശേഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ആഭരണം ഒരുക്കിയോ, നമ്മൾ സ്നാനപ്പെടാൻ പോകുകയാണെന്ന്. എൻ്റെ വൈഫ് വണ്ടടിച്ചു പോയി. സ്നാനപ്പെടുന്നു വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഞാൻ, ഈ ഭാഗം എനിക്ക് റിവീൽ ചെയ്ത് കിട്ടിയപ്പോൾ, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തൊട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് സ്നാനപ്പെടാം, ഇനി നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പാസ്റ്ററോട് ആവശ്യപ്പെട്ടു, പാസ്റ്ററെ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഞങ്ങൾ സ്നാനപ്പെടുത്താൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ആയിട്ടില്ല, വരട്ടെ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ആ ഭാഗം അങ്ങ് വിടാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷെ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആവശ്യപ്പെടാൻ എന്നല്ലാതെ ഞങ്ങൾക്ക് പിന്നെ എന്നാ ചെയ്യാൻ കഴിയും? ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തുമില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അന്നേരം ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ടെക്സ്റ്റൈലില് ഞാൻ സെയിൽസ് ആയിട്ട്, അതായത് ഓർഡർ എടുക്കാൻ പോവുകയാണ്. ഷോപ്പുകളിൽ നിന്ന് ഓർഡർ എടുക്കുക, അത് സപ്ലൈ കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ മേടിക്കുക. അങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരു ദിവസം വൈഫ്, ഞാൻ വീട്ടിൽ എന്നെ ആരോ വിളിച്ച്, എങ്ങനെയൊക്കെയോ, അന്ന് മൊബൈൽ ഫോൺ അങ്ങനെ വിരളമാണ്, ഷോപ്പിലേക്ക് എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ടിട്ട് ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു, താങ്കളെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെടാൻ പറഞ്ഞു, വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ജോലി അവസാനിപ്പിച്ച് അവിടെ ഇരുന്നപ്പോൾ കൊച്ചിന് ഫിക്സ് അടിച്ച് അങ്ങ് വല്ലാതെ കൂടി. ഞങ്ങൾ ഈ കൊച്ചുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് കർത്താവിന്റെ അടുത്ത് വന്നത്. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് സൗഖ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ യേശുവിനെ പ്രസംഗിക്കുന്നത്, ഞാനിപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിലാണ്. ഞാനിപ്പോൾ കർത്താവിനെ പ്രസംഗിക്കുന്നതൊന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല. ഇതിന്റെ ഏറ്റവും മൂല്യമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. അങ്ങനെ മൂർച്ഛിച്ചു, വല്ലാത്ത അവസ്ഥ വന്നപ്പോൾ പക്ഷെ എല്ലാവരും പേടിച്ചു പോയി. ഈ ലീലാമാൻഡി അടക്കം പറഞ്ഞു, കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആളുകള് നമ്മളെ പഴിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പക്ഷെ വൈഫ് പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൾക്ക് നല്ല ബലം കിട്ടി. അവള് വിശ്വാസത്തിൽ നല്ല ബലമാണ്. ഇന്നും ശുശ്രൂഷയിലായാലും ഒക്കെ എനിക്ക് ഏറെ ബലം എൻ്റെ വൈഫാണ്. വളരെ ശക്തമായി വിശ്വസിക്കുകയും നിൽക്കുകയും ചെയ്യുന്നു. അവൾ അന്ന് പറഞ്ഞു, കുഴപ്പമില്ല പാസ്റ്ററെ, പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് തന്നതാണ്, കർത്താവ് നിർത്തുന്നെങ്കിൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നു. അവിടെ വളരെ പ്രയാസകരമായ ഒരു അനുഭവമൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളെ കർത്താവ് അവിടെ നിലനിർത്തി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങള് പാസ്റ്റർ കൂടെ വീട്ടിൽ എങ്ങനെ ഇരിക്കുകയാണ്. ഒരല്പമായി ഉണ്ടായിരുന്ന സ്വർണം കൂടി വിറ്റ് ഞങ്ങള് അരിയും ചാക്കൊക്കെ മേടിച്ച്, കാരണം അവര് സാധുക്കളാ, പാവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ചാണകം മേടിക്കുക അതൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരും കൂടി ബുദ്ധിമുട്ടരുതല്ലോ എന്ന് കരുതി അല്പമായിട്ടുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ വിറ്റ് അരിയും ചാക്കൊക്കെ മേടിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പരമാവധി ഞങ്ങള് ശ്രമിച്ചു എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ സ്നാനപ്പെടണം എന്നുള്ള ആവശ്യം ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ പാസ്റ്റർ അതിന് തയ്യാറായില്ല. അങ്ങനെ പാസ്റ്റർ വീട്ടില്
ഇങ്ങനെ പ്രാർത്ഥനയും ഉപവാസമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഞാനിന്ന് ഓർക്കുന്നു, ജൂലൈ മാസം 24-ാം തീയതി പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വളരെ ശക്തമായിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായി കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക അനുഭവത്തില് ഒരു പ്രകാശമൊക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ഞാൻ വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ വൈഫ് കയ്യടി ഒരു പ്രത്യേക നിലയിൽ അടിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പെട്ടെന്ന് ഞാന്, പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അന്നുണ്ടായ ഒരു അനുഭവം, ആ രാജു ബ്രദർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭാഗത്തേക്ക് അത് വന്ന് പേടിച്ച് ഞാൻ കണ്ണു തുറന്നപ്പോൾ ഇവള് ദൈവത്തെ ആരാധിക്കുക, ഇവള് എന്തൊക്കെയോ ഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക, ഇവള് അഭിഷേകം പ്രാപിച്ച്, ഇവള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഇവള് ശക്തമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ എനിക്ക് പിന്നെ വേദനയായി. ഞാൻ കർത്താവിനോട് ഒത്തിരി പിറുപിറുക്കാനായിട്ട് ഇടയായി തോന്നുന്നു. കർത്താവെ, ഞാൻ വല്ലാത്തൊരു അനുഭവത്തിൽ, ഈ ഒരു സെയിം അനുഭവത്തിലേക്ക് ഞാൻ വരികയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെ കിട്ടാതെ പോയത്, എന്തുകൊണ്ട് എനിക്കത് കിട്ടാതെ വന്നത് എന്ന് പറഞ്ഞ് കർത്താവിനോട് ഞാൻ ഒത്തിരി പരാതി പറയാനൊക്കെ ഇടയായി തീർന്നു. ഞാൻ മാറി ഒരു മൂലക്കിലൊക്കെ പോയിരിക്കുന്നത് കണ്ടപ്പോൾ നിലമാന്റിക്കൊക്കെ വളരെ വിഷമായി. അവര് പറഞ്ഞു, പ്രാർത്ഥിക്കുക, കർത്താവ് തരും, വിഷമിക്കേണ്ട പ്രസാദ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ ഇടയായി തീർന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ജൂലൈ 24-ാം തീയതി വൈകിട്ടാണ് എൻ്റെ വൈഫ് ഈ അനുഭവം പ്രാപിച്ചതെങ്കിൽ 25-ാം തീയതി കർത്താവ് എന്നെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാനും അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സത്യത്തില് സ്നാനപ്പെടുന്നതിന് മുമ്പാണ് ഞങ്ങൾ രണ്ടുപേരും ആത്മാഭിഷേകം പ്രാപിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സ്നാനം ഇനി തടയാൻ എനിക്ക് പറ്റില്ല, നിങ്ങളെ സ്നാനപ്പെടുത്താം, ഒരു ഡേറ്റ് നിശ്ചയിക്കാം എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് നിശ്ചയിച്ച് സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചു. ഉപവാസം ഇരിക്കുക. സ്നാനത്തിന് വേണ്ടി ഉപവാസം ഇരിക്കുന്ന ആദ്യത്തെ ദിവസം എന്നെ മുമ്പ് ജോലിക്ക് ഞാൻ പോയിരുന്നപ്പോൾ, സെയിൽസ് എക്സിക്യൂട്ടീവായി ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സീനിയർ എക്സിക്യൂട്ടീവ്, എനിക്ക് ട്രെയിനിങ് തന്ന ജെയ്സൺ എന്ന് പറയും, പ്രായത്തിൽ എന്നേക്കാൾ ഇളയതാണ്, പക്ഷെ പോസ്റ്റിൽ എന്നേക്കാളും മൂത്തതായിരുന്നു. അദ്ദേഹം കുന്നംകുളത്ത് ഒരു ഷോപ്പിൽ, കുന്നംകുളം അടുത്ത് അക്കിക്കാവിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, കുന്നംകുളം ഒരു ഷോപ്പിൽ അദ്ദേഹം പറഞ്ഞു, രാജേന്ദ്ര പ്രസാദിനെ കണ്ടാൽ, എന്റെ ഫുൾ നെയിം ഞാൻ പറഞ്ഞല്ലോ, രാജേന്ദ്ര പ്രസാദ് എന്നാണ്, എന്നെ വിളിക്കുന്നവര് ആണ് പ്രസാദ് എന്നൊക്കെ വിളിക്കുന്നത്, രാജേന്ദ്രൻ എന്ന് വിളിക്കുന്നവരുണ്ട്. ഈ ജയ്സൺ എന്നെ രാജേന്ദ്രൻ എന്നാ വിളിച്ചിരുന്നത്. രാജേന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറയണം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ഉപവാസം ഇരിക്കുന്ന ദിവസം ഞാൻ കുന്നംകുളത്ത് എന്തോ മേടിക്കാൻ ചെന്നപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയ്സൺ താങ്കളോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങി, ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്, രാജേന്ദ്രൻ എന്തായാലും വരണം, ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ഈ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ സ്നാനപ്പെടാൻ പോകുന്നതെങ്കിൽ സ്നാനത്തിന് ശേഷം ഞാൻ ജോലിയിൽ പ്രവേശിക്കാനായിട്ടാണ് കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയത്. അങ്ങനെ ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. ജോലി ചെയ്ത് ഞങ്ങളുടെ വിശ്വാസ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജെയ്സന്റെ അവിടെ ജോലിക്ക് ചേർന്നപ്പോൾ ജെയ്സന്റെ ഒരു സഹോദരിയുടെ ഭവനമുണ്ട്, ചേറൂര് പള്ളിമൂല എന്ന് പറയും. അവിടെ പള്ളിമൂലയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററിൽ നടക്കണം, ഉള്ളിലോട്ട് പോകണം. അവിടെ ജെയ്സന്റെ ഒരു സഹോദരിക്ക് ഒരു വീടുണ്ട്. ആ സഹോദരി ഡൽഹിയിലെ മറ്റോ ആണ് താമസിക്കുന്നത്. ആ സഹോദരിയുടെ വീടിന്റെ മുകളിൽ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് ഒരു സംവിധാനം, ഒരു റൂം പോലെ, ഒരു അടുക്കളയോട് കൂടിയ ഒരു റൂം പോലെ സംവിധാനം താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജെയ്സൺ ഉണ്ടാക്കി തന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ടെറസിന്റെ മുകളിൽ. റിസ്ക് ആയിരുന്നു. 2 കുഞ്ഞുങ്ങള് ഇങ്ങനെ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളാണ്, പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ താൽക്കാലികമായിട്ട് താമസിക്കാനായിട്ട് വല്ലാത്തൊരു സ്ഥിതിയിലൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുള്ളവരാണ്. എങ്കിലും ജെയ്സൺ തന്നാലാവുന്നോളം അവിടെ പൈപ്പ് കണക്ഷനൊക്കെ എടുത്തു തന്നു, ഒരു സിങ്കൊക്കെ പിടിപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് കംഫർട്ടായ നിലയിൽ താമസിക്കാൻ ടെറസിന്റെ മുകളിലാണെങ്കിലും ഒരു സംവിധാനം ഒരുക്കി തന്നു. അങ്ങനെ അവിടെ താമസിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. അവിടെ ജോലി ചെയ്യുമ്പോഴും ഒത്തിരി പേര് പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന്, ഞാൻ പറഞ്ഞു 1.5 കിലോമീറ്റർ വരണം പള്ളിമൂലയിലേക്ക്, അവിടെ നിന്ന് ഒരു ബസ് കയറി
ആ, അടുത്ത ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് അടുത്തൊരു ബസ് കയറി കുന്നംകുളത്ത് വരണം. പിന്നെ അടുത്ത മൂന്നാമതൊരു ബസ് കയറി കുറുക്കമ്പാറ വന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വേണം ആരാധനയ്ക്ക് പോകാനായിട്ട്. പക്ഷെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ എടുക്കണം. രണ്ടുപേര് ഇരിക്കത്തില്ല, നിക്കത്തില്ല. രണ്ടുപേര് എടുക്കണം. എൻ്റെ പുറമൊക്കെ അങ്ങനെ പൊട്ടുന്ന പോലെ ആകും. കാരണം ഈ കുഞ്ഞിന് ഫിക്സ് അടിച്ചു കഴിഞ്ഞാൽ 4 ഇരട്ടി വെയിറ്റ് ആവുള്ളൂ. പക്ഷെ റോഡിൽ കിടത്തിയാലേ ഒന്ന് കൈ ഒന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അതിന് പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഇവരുമായിട്ട് ആരാധനയ്ക്ക് പോകുമ്പോൾ ഒത്തിരി ഡ്രസ്സ് എടുക്കണം, ബൈബിൾ എടുക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് മലമൂത്ര വിസർജനം നടക്കും. ഇടയ്ക്ക് ഫിക്സ് വന്നു കഴിഞ്ഞാൽ അപ്പൊ മൂത്രം പോകും. അല്ലാതെ തന്നെ ഇളയ പൈതൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അവൾക്ക്. അങ്ങനെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു അനുഭവത്തിൽ ഞങ്ങൾ പക്ഷേ അത്ര ബുദ്ധിമുട്ടിയിട്ടും ഞങ്ങൾ ആ കുറുക്കമ്പാറ ചർച്ചിൽ തന്നെ വന്ന് ആരാധന കൂടി. പലരും പറഞ്ഞു എന്തിനാ ഇത്ര ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്നത്, ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റാത്തവരാണ് പ്രിയ ലീലാമാന്റെയും ഉഷേച്ചിയും ഈ പച്ചമ്പാസനും. അവരെ വിട്ടിട്ട് ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചവരാണ്, പ്രയാസം സഹിച്ചവരാണ്. ഞങ്ങള് വളരെ ബന്ധപ്പെട്ടാണെങ്കിലും അവിടെ തന്നെ പോകാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു, പ്രിയപ്പെട്ടവരെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഇത്ര ദൂരത്ത് നിന്ന് ഞങ്ങളിങ്ങനെ മാറി മാറി വരുന്ന കഷ്ടപ്പാട് കണ്ടപ്പോൾ പ്രീപച്ചൻ പാസ്റ്റർ വീട്ടിൽ നിന്ന് വന്നിട്ടാണ്. ഒരു ചെറിയ ഹോളാണ് ഞങ്ങളുടെ, ഒരു ചെറിയ ഹോളാ, ഒരു ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ അടുത്താണ്. ഒത്തിരി സ്മെല്ലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു താൽക്കാലികമായ ഒരു സംവിധാനം ഉണ്ടായപ്പോൾ പാസ്റ്റർ അവിടെ താമസിക്കുന്നില്ല. അതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, പ്രസാദ് കുടുംബമായിട്ട് അവിടെ താമസിച്ചു. ആരാധനാ സമയത്ത് മാത്രമല്ലേ ഒരു പ്രശ്നമുള്ളൂ, നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണ്ട, അവിടെ താമസിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് വീണ്ടും പാസ്റ്ററുടെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വരാൻ ഇവിടേക്ക്, അതായത് ഈ ആലയത്തിലേക്ക് വരാനായിട്ട് നിൽക്കുമ്പോൾ ആരോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, പേര് അറിയാഞ്ഞിട്ടല്ല, ഞാൻ പറയാഞ്ഞിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമം വരരുതല്ലോ എന്ന് കരുതിയിട്ടാണ്. പറഞ്ഞു, ആലയത്തിൽ ആ ഒരു കുടുംബത്തെ താമസിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി, ഭാരം തോന്നി. കാരണം അന്ന് ഞങ്ങള് ഒരു ആലയത്തിൽ താമസിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രെങ്ത് വേണം. അതാണ് അവർ ഉദ്ദേശിച്ചത്. ആത്മാവിൽ അവർ ബലപ്പെട്ടിട്ടില്ല. അതിനെതിരെയുള്ള ശക്തമായ പൈശാചിക പോരാട്ടങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഇവർക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് കേട്ടോ അവർ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളോട് ദേഷ്യമായിട്ടോ ഞങ്ങൾ അവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടായിട്ടോ ഒന്നുമല്ല. എങ്കിൽ പോലും ആ പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങള് വരാനായിട്ട് നിൽക്കുമ്പോഴാണ്, എല്ലാം പാക്ക് ചെയ്ത സമയത്താണ് ഇവരോട് പറയും ചെയ്ത് ഞങ്ങൾ പോകുകയാണെന്ന്. അങ്ങനെ വരാൻ കഴിയാത്തൊരവസ്ഥയിൽ പിന്നെ ഒരു വീട് വാടകയ്ക്ക് അടുപ്പുട്ടിയിലാണ് ഞങ്ങൾ താമസിക്കാനായിട്ട് ഇടയായി തീർന്നത്. അടുപ്പുട്ടിയിൽ ഒരു വീട്, അത് വല്ലാത്തൊരു വീടാണ്. ഇപ്പോ കുന്നംകുളത്ത് ഞങ്ങളുടെ ശാരം ഫെലോഷിപ്പ് ചർച്ചിന്റെ കുന്നംകുളം സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ റോഹ്മാൻസി മാത്രി അവർകള് താമസിച്ച ഒരു വീടാണ്. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് താമസിച്ചിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിലാണ്, ആ അഭിഷിക്തൻ താമസിച്ച വീട്ടിലാണ് ഞങ്ങൾക്ക് കുന്നംകുളത്ത് വന്ന് താമസിക്കാനായിട്ട് ദൈവം ഭാഗ്യം തന്നത്. അതൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ അവിടെ വന്ന് താമസിച്ചു. ഞങ്ങള് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഞങ്ങള് താമസിക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഒരു മണി സഹോദരന്റെ വീടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ റോയ് പാസ്റ്ററുടെ ചർച്ചിൽ കൂടുന്ന ഒരു സഹോദരനാണ്, ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മരണഭീതിയൊക്കെ വന്ന് ഒരു വല്ലാത്ത നിലയിലായിരിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തെ രക്ഷിച്ചതാണ്. അങ്ങനെ പക്ഷെ താൻ വിശ്വാസത്തിൽ പോയത് പ്രയാസമായിട്ട് തന്റെ മൂത്ത ജ്യേഷ്ഠൻ ഷാജിമോൻ, വളരെ നല്ല മോനാണ് കേട്ടോ, നല്ല ക്യാരക്ടറാണ്. പക്ഷെ ഈ വിശ്വാസവും ഈ പെന്തുകോസുകാരെന്ന് കേട്ടാലും പുള്ളിക്ക് അലർജിയാണ്. കാരണം തന്റെ സഹോദരൻ പോയത് മൂലം തനിക്ക് ഈ കൂട്ടത്തോട് വളരെ ദേഷ്യമാണ്. കണ്ടുകൂടാ അദ്ദേഹത്തിന്, പെന്തുകോസുകാരെന്ന് പറഞ്ഞാൽ കണ്ടുകൂടാ. പക്ഷെ ഞങ്ങൾ പരിചയപ്പെട്ട് അനന്തരം ഞങ്ങളോട് ഇടപെടുന്ന കണ്ടപ്പോൾ പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, ഷാജിമോനെ നീ ഇപ്പൊ പെന്തിക്കോസുകാരുടെ കൂടെ കൂടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളോട് വളരെ സ്നേഹമായിരുന്നു. ഷാജിമോനെ ഇന്നും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അങ്ങനെ
ഒരു അമ്മച്ചിയുടെ വീടായിരുന്നു അത്. അമ്മച്ചിയുടെ വീട്ടില് ആഹ് നിന്ന് ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല. ആഹ് വാടകയ്ക്ക് നിന്ന് അഡ്വാൻസ് കൊടുക്കാനൊക്കെ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഒരു മാസം ഗ്യാപ്പ് പറഞ്ഞിട്ടാണ് അവിടെ താമസം തുടങ്ങിയത്. പക്ഷേ ഞാനൊരു ഷോപ്പില് ഞാൻ ഈ സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പിലെ ഒരു ഓണറോട് ചങ്ങരംകുളത്ത് ഉള്ള ഒരു മുസ്ലിം ഓണറോട് ഞാൻ ഒരിക്കൽ പൈസ ചോദിച്ചിരുന്നു. അദ്ദേഹം തരാന്ന് പറഞ്ഞതാ. പക്ഷെ പിന്നെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ സാഹചര്യം മോശമായി. തരാനായിട്ട് കഴിഞ്ഞില്ല. പറഞ്ഞ സമയത്ത് ഈ പൈസ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്നും മാറി പോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ വളരെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഇന്ന് ഞാൻ നന്ദിയോടെ ഷാജിമോൻ ഓർക്കുകയാണ്. ഞാൻ ഒരു ദിവസം പുറത്തു പോയി വീട്ടിൽ വന്നപ്പോൾ വൈഫ് പറയാ, ഷാജിമോൻ 7000 രൂപ എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുള്ളത്. പെന്തിക്കോസുകാർക്ക് എന്ന് കേട്ടാലേ അദ്ദേഹത്തിന് കലിയാണ്. അങ്ങനെയുള്ള ഷാജിമോനാണ് അഡ്വാൻസ് കൊടുക്കാനുള്ള പൈസ തന്നത്. ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി കേട്ടോ. ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറുമ്പോഴൊക്കെ ഷാജിമോനോട് പറഞ്ഞപ്പോൾ ഷാജിമോൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടും ഇല്ല സാട്ടാ, അതൊന്നും ഭാരപ്പെടണ്ട. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു അൽമാരി ഉണ്ട്, അതൊക്കെ വിറ്റിട്ട് എന്താ കിട്ടുന്നതെങ്കിൽ വാങ്ങിക്കും, ബാക്കിയുള്ളത് ഞാൻ പിന്നെ തരാന്ന് പറഞ്ഞു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറിയ ഒരു മോനാണ്. പിന്നീട് ഈ അടുത്തിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ഒരു ബുദ്ധിമുട്ട് വന്ന് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഒത്തിരി നാള് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെയും ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ അതുപോലെ തന്നെ ആ ഷാജി ബ്രദറിന്റെ, അതായത് മണി സഹോദരന്റെ കുടുംബത്തെ ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടും ഒക്കെ പലതും മേടിക്കാനൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അടിപ്പുട്ടിയിൽ വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു കുടുംബമാണ് ഒരു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കൂടുന്ന ഒരു ബാബു ബ്രദർ. അവരെ ഒന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്, ഞങ്ങൾ വളരെ പ്രയാസത്തോടെ പോകുമ്പോൾ അദ്ദേഹം ഒരു ചെരുപ്പ് കടയിൽ ജോലി ചെയ്യുക, വളരെ സാധാരണ ജോലി ചെയ്യുക. പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പച്ചക്കറികളും ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് തരാനായിട്ടൊക്കെ ഇടയായി തീർന്നത് ഞാൻ ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹവും ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് ഈ ലോകത്ത് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ മക്കളൊക്കെ കുഞ്ഞുങ്ങളെ ഒത്തിരി ഒത്തിരി പരിപാലിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ദൈവം അവർക്ക് അനുഗ്രഹങ്ങളെ വർഷിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുകയാണ് ഈ സമയത്ത്. അങ്ങനെ ഞങ്ങള് വിശ്വാസ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വളരെ എന്താ പറയാ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടിയാ വന്നത്. പക്ഷെ പ്രശ്നങ്ങളൊക്കെ കൂടി കൂടി വരികയായിരുന്നു. അതെല്ലാം വിശ്വാസ ജീവിതത്തിലെ ഒരു പഠനമായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം അനേകർക്ക് അനുഗ്രഹമാക്കുന്ന ദൈവകൃപ അനുഭവിക്കുകയും കൂടി ചെയ്യുകയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ താമസം വീണ്ടും മാറി അടുപ്പുട്ടി ഈ ചർച്ചിനോട് അടുത്തുള്ള ഒരു വീട്ടിൽ പോയി താമസിക്കാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഹോട്ടലിലാണ് അന്നേരം ഒരു ജോലി കിട്ടിയത്. ഹോട്ടലില് മാനേജറായിട്ട് ജോലി കിട്ടി, ഗുരുവായൂരടുത്തുള്ള ഒരു ഹോട്ടലിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യും. പക്ഷേ ഹോട്ടലിൽ ജോലി ആയതുകൊണ്ട്, ഗുരുവായൂരായതുകൊണ്ടും ഞായറാഴ്ച ഒഴിവില്ല. അപ്പൊ ഞാൻ ആരാധനയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ അവര് പറയും 12 മണിയാകുമ്പോഴേക്കും എത്ര എന്ന് പറയും. അപ്പോ സങ്കീർത്തന ശുശ്രൂഷ കഴിഞ്ഞ് സാക്ഷ്യത്തിന്റെ സമയമാകുമ്പോഴേക്കും എനിക്ക് പോകണം. അത് കുറച്ച് നാൾ എനിക്ക് ബന്ധപ്പാടായി. അങ്ങനെ ഞങ്ങള് ഈ താമസിക്കുന്ന വീട്ടിൽ വന്നു. അവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഈ സങ്കീർത്തന വായന കഴിഞ്ഞാൽ ആരാധനയുടെ ഇടയ്ക്ക് പോകുന്നത് എനിക്കൊരു ഭാരമായപ്പോൾ ഞാൻ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ ആ ഓണറോട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ വരുന്നില്ല, എനിക്ക് സൺഡേ സഭായോഗം ഉള്ളതാണ്, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്തു. വാടകയ്ക്കാണ് താമസിക്കുന്നത്. 2 കുഞ്ഞുങ്ങൾ സുഖമില്ലാത്തവരാണ്. അന്നേരമാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. മണ്ടത്തരമാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ആ കർത്താവിനോടുള്ള ആ സ്നേഹം നിമിത്തം, ആരാധന ഫുള്ളായിട്ട് കൂടണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാനത് ഉപേക്ഷിക്കാൻ എണീറ്റിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഞാൻ ജോലി ചെയ്യുമ്പോൾ
കഴിച്ചിരുന്ന ഭക്ഷണത്തെക്കാൾ നല്ല ഭക്ഷണം കഴിച്ചത് ഈ ആരാധന നിമിത്തം ജോലി വിട്ട സമയത്താണ്. കർത്താവിന്റെ കരുതല് അത്ര ഭയങ്കരമായിരുന്നു. ഞാനത് ഒരു കാര്യം അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ എൻ്റെ പ്രേക്ഷകരോട്, നിങ്ങളുടെ വിശ്വാസ വർധനയ്ക്കായിട്ട് കർത്താവ്, കാരണം ഇത് കേൾക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇല്ലായ്മകളിലൂടെ പോകുന്നെങ്കിൽ നിശ്ചയമായിട്ടും യേശു കർത്താവിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളെ ഊറ്റാൻ കർത്താവ് ഇറങ്ങി വരും. ചിലർ പറയുന്നത് കേട്ടിട്ട് നൂലുമ്പ കെട്ടി ഇറക്കി തരുമെന്ന്. ഞാൻ പറയും നൂലുമ്പ കെട്ടി ഇറക്കി തരും. അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. കേൾക്കൂ, ഞാൻ ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ അടുക്കള ഭാഗത്ത് നിറയെ വിറക് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു അമ്മച്ചിയുടെ വീടാണ്. ആ അമ്മച്ചി പറഞ്ഞിട്ടുള്ള അമ്മച്ചിയുടെ ഓർഡർ, ഒരു വിറക് പോലും അതിൽ നിന്ന് എടുക്കരുത്, ഒരു വിറക് പോലും എടുക്കരുത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ജോലി രാജിവെച്ചു. ആ സമയത്ത് ഞങ്ങള് ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ അരി സാധനങ്ങൾ എല്ലാം ഒരു ചേട്ടൻ ഞങ്ങൾക്ക് മേടിച്ചു കൊണ്ടുവന്ന് തരികയാണ്. ആ ചേട്ടൻ അത് മേടിച്ചു കൊണ്ടുവന്ന് തന്നു. പക്ഷെ രസകരമായ കാര്യം, അതാ ഞാൻ പറഞ്ഞു, നൂലുമ്പ കെട്ടി ഇറക്കിയെന്ന് വെച്ചാൽ കർത്താവ് നൂലുമ്പ കെട്ടി ഇറക്കി തരും. അത് കൊണ്ടുവന്ന് തന്നു. ഇത് പാചകം ചെയ്യണ്ടേ, വിറകില്ല കത്തിക്കാൻ, സ്റ്റൗവില് മണ്ണെണ്ണയില്ല, അങ്ങനെ എങ്ങനെ പാചകം ചെയ്യും? അപ്പോ എന്നോട് വൈഫ് ചോദിച്ചു, എല്ലാം ഉണ്ടായിട്ട് ഒന്ന് കഴിക്കാതിരിക്കാന്ന് പറഞ്ഞ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എല്ലാ കർത്താവ് കൊടുത്തു തന്നു, പക്ഷെ ഇത് പാകം ചെയ്ത് കഴിക്കാനുള്ള അവസ്ഥയില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഇത് കൊണ്ട് കിട്ടി. രാത്രി കർത്താവ് എന്നോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നെ രാവിലെ എൻ്റെ വൈഫ് അതിശയത്തോടെ വന്ന് തട്ടി വിളിച്ചിട്ട് ഉണർത്തിയിട്ട് ഒരു കാഴ്ച കാണിച്ചു തരിക. ഞങ്ങളുടെ പടിക്ക് ഒരു കെട്ട് ചുള്ളിക്കമ്പുകൾ പറക്കി അടക്കി വിറക് കെട്ടി വെച്ചിരിക്കുകയാണ്. ആരാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല, ആരാണെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങള് കർത്താവ് കരുതിയത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവരെ. പീക്ക് ടൈമിൽ ഷാജിമോനിലൂടെ കർത്താവ് ഞങ്ങൾക്ക് പൈസ നൽകി. ഈ ഭക്ഷണം പാകം ചെയ്യാൻ വിറകില്ലാതിരുന്നപ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവിടെ കൊണ്ടു വെച്ചിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴല്ലേ ഞങ്ങൾക്ക് പാചകം ചെയ്യേണ്ടത്. ആ സമയത്ത് കർത്താവ് അവിടെ കൊണ്ടു വിറക് കരുതി എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും. എനിക്കറിയാം ഇങ്ങനെ പറയുമ്പോൾ, അത് കാരണം ഞാനൊരു ശുശ്രൂഷകനും കൂടിയാണല്ലോ. എനിക്കറിയാം ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് എന്നോട് ഇത് സ്ട്രെസ് ചെയ്ത് പറയിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ കരുതുന്ന കർത്താവിന്റെ കരം വെളിപ്പെടും. കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിനെ വിളിക്കുക, ദൈവം കൈവിടത്തില്ല. ഞങ്ങളുടെ അനുഭവത്തിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്താണ് ഞാന് ഒത്തിരി പേര് പാസ്റ്റർമാര് വരുമ്പോ ശുശ്രൂഷിക്കുമ്പോ പറയും കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ പറയും, ഈ രണ്ട് കൊച്ചുങ്ങളെയും വെച്ചിട്ട്, ഈ ബുദ്ധിമാന്യമുള്ള രണ്ട് കൊച്ചുങ്ങളെയും വെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇത് എന്നെ ഈ പാസ്റ്റർമാര് പറയുന്നത്? ഇവരിത് അറിയാതെയാണോ പറയുന്നത്? അതേ ഈ കൊച്ചുങ്ങളെ കുറിച്ചിട്ട് അറിയാഞ്ഞിട്ടാണോ? എന്ത് തന്നെയായിരുന്നാലും അതൊരു സാധ്യമായ കാര്യമല്ല എന്ന് ഞാൻ ഉള്ളില് നിശ്ചയിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളെ ചർച്ചില് ഈപ്പച്ചൻ പാസ്റ്റർ മാറി ഒരു പോൾസൺ പാസ്റ്റർ ചാർജ് എടുക്കാനായിട്ട് ഇടയായി തീർന്നു. പോൾസൺ പാസ്റ്റർ വന്ന സമയത്ത് അദ്ദേഹം എൻ്റെ മേലുള്ള കർത്താവിന്റെ വിളിയെ തിരിച്ചറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ശുശ്രൂഷയ്ക്കായിട്ട് പ്രോത്സാഹിപ്പിക്കും, സഭയില് ദൈവവചനം പറയാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ കർത്താവ് ഞാൻ പറഞ്ഞല്ലോ, അന്ന് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിക്കുമ്പോൾ അന്ന് തുറന്നു തന്ന ആ അനുഭവം മുതല് പിന്നെ കർത്താവ് എനിക്ക് പല ഭാഗങ്ങളും വായിക്കുമ്പോൾ ഇങ്ങനെ വെളിപ്പാടുകൾ തരും, വചനത്തിന്റെ പൊരുള് തിരിച്ചു തരും. അതൊക്കെ ഇങ്ങനെ പറയാനായിട്ട് എൻ്റെ അകത്തുണ്ട്, പക്ഷെ ഞാൻ പറയത്തില്ല എഴുന്നേറ്റിട്ട്. അതൊന്നും നമുക്കുള്ള ജോലിയല്ല എന്ന് കരുതി ഞാനതെങ്ങനെ പറയാതിരിക്കുമ്പോൾ ഇന്നും ഞാൻ ഓർക്കുന്നു, ഒരു ബാംഗ്ലൂർക്കോ മറ്റോ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ഒരു സഹോദരനുമായിട്ട് സംസാരിക്കാൻ ഇടയായിത്തീർന്നു. സഹോദരനാണോ ദൈവദാസനായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ
ശുശ്രൂഷിക്കേണ്ട, വചനം പങ്കുവെക്കേണ്ട, പ്രബോധിപ്പിക്കേണ്ട കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കർത്താവ് ഇങ്ങനെ തരും, പക്ഷെ ഞാൻ പറയത്തില്ല എന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇനി പറയാതിരിക്കരുത്, അത് അവിശ്വസ്തതയാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവ് അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആരെങ്കിലും കണ്ടിട്ടാണ് കർത്താവ് നിങ്ങൾക്ക് ആ പ്രബോധന വാക്കുകൾ തരുന്നത്. നിങ്ങൾക്ക് ഉപകാരമാകുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും അത് ഉപകാരമാകും. അതിനുവേണ്ടിയാ കർത്താവ് തരുന്നത്. നിങ്ങളെ കർത്താവ് അതിന് കണ്ടിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ അത് നെഗ്ലക്ട് ചെയ്യരുത്. അതിന്റെ കോൺസിക്യൂഷൻസ് നന്നായിരിക്കില്ല എന്ന് അദ്ദേഹം പറയാനായിട്ട് ഇടയായിരുന്നു. പ്രിയപ്പെട്ടവര്, എനിക്ക് ഷോക്ക് അടിച്ച പോലെയായി. ഞാൻ പിന്നീട് പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഞാനിതന്നെ പറയുന്നത്, എഴുന്നേറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് സമയം തരും. ഞാൻ എഴുന്നേറ്റ് കർത്താവിന്റെ വചനമൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ പുറമെയൊക്കെ അറിഞ്ഞ് ഞാൻ പുറമേക്കും മറ്റ് ചർച്ചുകളിലേക്കും ഒക്കെ ശുശ്രൂഷയ്ക്ക് വിളി വരികയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിയണം എന്നുള്ള ആലോചന പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ, കാരണം ഈ കുഞ്ഞുങ്ങളെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുവിശേഷം പറയാൻ തന്നെ പോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യാം? ഒരു സ്വാഭാവിക ചിന്തയല്ലേ. പക്ഷെ എല്ലാവരും വന്നാലും, ആര് വന്നാലും അപ്പോ തലയിൽ വെച്ച് പറയുന്നത് താങ്കൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്ന്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇന്ന്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുന്നംകുളത്ത് UPF എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ പെന്തക്കോസ്ത് സംഘടനകളൊക്കെ ഐക്യമായി നിൽക്കുന്ന ഒരു വേദിയാണ്. അവരുടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. അതിൽ ഞാനിങ്ങനെ ബാക്കിൽ പോയിരിക്കുക. അന്ന് ഈ താടിയൊന്നും ഇല്ല, എനിക്ക് മീശ വെച്ച ഒരു ഒരു രൂപത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ബാക്കിലിരിക്കുക, ഏറ്റവും ബാക്കിലാണ്. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഒരു കാലൊന്നില്ലാത്ത ഒരു ദൈവദാസനാണെന്ന് ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം ശുശ്രൂഷിക്കുന്നതിന്റെ ഇടയിൽ പറയാണ്, ബാക്കിലിരിക്കുന്ന സഹോദര, അദ്ദേഹം അന്ന് പറഞ്ഞത് എനിക്കത് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകളും ആണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. മമ്മൂട്ടിയുടെ മീശയും വെച്ചിട്ട് ബാക്കിലിരിക്കുന്ന സഹോദര, ഇനി താങ്കൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയില്ല എങ്കിൽ കർത്താവിന്റെ ഇടപെടല് അത് താങ്കൾക്ക് താങ്ങാൻ കഴിയില്ല, എടുത്തിട്ട് അടിക്കും. ഈ ഭാഷ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ബാക്കിൽ ഒത്തിരി സഹോദരന്മാരിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ ഉറ്റുനോക്കി, എന്നെ തുറച്ചു നോക്കി. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ നോക്കുന്നത്? ബാക്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ പേരെന്നല്ലേ പറഞ്ഞു, സഹോദരൻ തന്നെ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും എന്നോടാണെന്ന് തോന്നി. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പോകാൻ സമയത്ത് ഞാൻ രക്ഷപ്പെട്ടു പോവുക സൈഡിൽ കൂടെ. അപ്പൊ പാസ്റ്റർ, ശുശ്രൂഷിച്ച പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, താങ്കൾക്ക് മനസ്സിലായില്ലേ, താങ്കളോടാണ് ദൈവം സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ വേഗം അങ്ങ് എസ്കേപ്പായി. പിന്നെ സംസാരിക്കാൻ നിന്നില്ല. ഇതാണല്ലോ പറയുന്നത്, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. കാരണം ഈ കൊച്ചുങ്ങളെ വെച്ചിട്ട് എനിക്ക് കഴിയും. അങ്ങനെ പോകുമ്പോൾ കുന്നംകുളത്ത് MR ബാബു എന്ന് പറയുന്ന ഒരു ദേവദാസ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ സഹോദരി, ഷീജ കൊച്ചമ്മയുടെ അനുജത്തി, ആ മോള്, അതെനിക്ക് തോന്നുന്നു അവളന്ന് +2 ആണോ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ആണോ എന്ന് അറിയത്തില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്, പ്രസാദട്ട, രക്ഷപ്പെട്ടു പോയിട്ട് കാര്യമൊന്നുമില്ല, കർത്താവ് വിളിച്ചാൽ അത് അനുസരിക്കുകയാണ് നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞേ, കർത്താവ് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞതൊക്കെ കേട്ടു. പക്ഷെ കർത്താവിന് അങ്ങനെയാണെങ്കിൽ കർത്താവിന് എന്നോട് നേരിട്ട് പറയാം. ദൈവദാസന്മാരിലൂടെ സംസാരിക്കുന്നത് ദൈവം തന്നെയാണ്, അത് ഞാനും വിശ്വസിക്കുന്നു. പക്ഷെ കർത്താവ് നേരിട്ട് സംസാരിച്ചത് ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കർത്താവിന് എന്നോട് സംസാരിച്ചെങ്കിൽ മാത്രമേ എനിക്കത് വിശ്വസിക്കാൻ കഴിയൂ. അല്ലാതെ എനിക്ക് കഴിയുന്ന കാര്യമല്ല, എന്റെ സാഹചര്യം മോൾക്ക് അറിഞ്ഞൂടെ. അപ്പോ കർത്താവ് എന്നോട് സംസാരിക്കും അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു എടുത്ത വഴിക്ക് എന്നോട് ചോദിക്കുക, അങ്ങനെ കർത്താവ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും എന്റെ കാതിൽ ധരിക്കുന്ന, എന്നെ സുവിശേഷ വേലയ്ക്ക്, പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ഒരു മുഖാന്തരമായത് ആ മോളുടെ ആ ഒറ്റ ചോദ്യമാണ്. ഞാൻ എന്റെ ഹൃദയത്തിൽ ഞെട്ടലുളവായി ആ ചോദ്യം. ഞാൻ വീട്ടിൽ വന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു, എടി, ആ കൊച്ചു എന്നോട് ഇങ്ങനെ ചോദിച്ചു എടുത്ത വഴിക്ക്. ഞാൻ ഞെട്ടിപ്പോയി. സത്യമല്ലേ? കർത്താവ് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുമ്പോഴും കേൾക്കാനായിട്ട് ഇരുന്ന് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനൊരു 3 ദിവസം വേറെ തിരിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഉപസിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്
എന്ന് പറയാനായിട്ട് വിചാരിച്ചു. അങ്ങനെ ഉപവാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഉപവസിച്ചത് 3 ദിവസം എൻ്റെ സഹോദരന് വേണ്ടിയാണ്, എൻ്റെ ബ്രദറിന് വേണ്ടി. എൻ്റെ ബ്രദറ് ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ ബ്രദറിനോട് ഇങ്ങനെ പറഞ്ഞു കർത്താവിന്റെ കാര്യം. ഞാനങ്ങനെ പെട്ടെന്നൊന്നും സുവിശേഷം കയറി പറയത്തില്ല, അതെൻ്റെ ഒരു കുറവാണ്. ഒരു നല്ല നിയോഗം ഉണ്ടെങ്കിലേ ഞാൻ പറയത്തുള്ളൂ, പക്ഷെ അത് കൃത്യമായിരിക്കും. അങ്ങനെ ഞാൻ ബ്രദറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രദർ അങ്ങനെ കേട്ടിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം നീ അങ്ങ് വാ. അപ്പൊ പുള്ളിക്ക് ഒരു അതിശയം ഉണ്ടായി. കാരണം എൻ്റെ വൈഫിനോട് പുള്ളി ചോദിച്ചു, ഏട്ടന്റെ സ്വഭാവം എങ്ങനെ ഇങ്ങനെ മാറിയത്, ഏട്ടൻ എങ്ങനെ ഇങ്ങനെ മാറിയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ല കോപമുള്ളവനായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ എനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ പറയാത്തത്. ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫിനെയൊക്കെ ഞാൻ ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ മറ്റുള്ളവരോടുള്ള ദേഷ്യം കേട്ടോ, വൈഫിനോടുള്ള ദേഷ്യമില്ല. വൈഫിന്റെ പിതാവിനെ തല്ലാൻ പറ്റാത്തത് ഞാൻ അവളെ തല്ലിയിട്ടുണ്ട്, പിതാവിനോടുള്ള ദേഷ്യം കൊണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നക്കാരനായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരൻ അവളോട് ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, ഏട്ടൻ എങ്ങനെ ഇങ്ങനെ മാറിയത്? അപ്പൊ അവള് പറഞ്ഞു, ഈ കർത്താവാണ് ഏട്ടനെ മാറ്റിയത്, ഈ വചനമാണ്. അപ്പൊ പുള്ളിയുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് വീണ്ടും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വാ, നീ വചനം കേൾക്ക്, ഒന്ന് കേട്ടു നോക്ക്, കുറച്ച് നാൾ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാളും തീഷ്ണതയോടെ പുള്ളി നിൽക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ പുള്ളി വരാമെന്ന് പറഞ്ഞ ആ സമയത്ത് പുള്ളി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ദിവസം ഉപവസിച്ചത് ആദ്യമായിട്ട്. ഇത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഉപവസിച്ചു, പക്ഷെ പുള്ളി അന്ന് വന്നില്ല, പിന്നീട് വന്നു കേട്ടോ. പിന്നീട് വന്നു മാത്രമല്ല, ഇന്ന് കർത്താവിന്റെ വേലയിലാണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞാൻ 3 ദിവസം ഉപവസിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവിന്റെ വിളി ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ പൂർണ്ണമായി കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കുകയും ഞാൻ കർത്താവിന് വേണ്ടി വേലയ്ക്കായിട്ട് ഇറങ്ങാനത്തെ ഇടയായി തീർന്നു. 2013 ജൂലൈ 7-ാം തീയതിയാണ് ഇപ്പോൾ ഞങ്ങള് വേല ചെയ്യുന്ന പനംകുറ്റി ദേശത്തേക്ക് ഞങ്ങള് വേലയ്ക്കായിട്ട് കടന്നു വന്നത്. അങ്ങനെ വേലയ്ക്കായിട്ട് കടന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങൾ ഡിസേബിൾഡ് ആണല്ലോ. അപ്പൊ ഇവരെ കുറിച്ചിട്ട് ഇവരെ കണ്ട് വിഷമത്തില് ഇവർക്ക് ഒരു ട്രെയിനിങ് കിട്ടിയാൽ ഇവർ കുറച്ച് രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് താമസിച്ച് സ്റ്റഡി കൊടുക്കുന്ന നെയ്യാറ്റിൻകരയുള്ള ഒരു സ്ഥാപനത്തിൽ, അത് ഞങ്ങളുടെ ഒരു ദേവദാസനുണ്ട്, ബാബു സാറ്, എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച സാറും ആന്റിയാണ് ജെസ്സി ആന്റി. ആ ജെസ്സി ആന്റിയുടെ പരിചയത്തിലുള്ള ഒരു അസംബ്ലി സ്ക്വാഡിലെ പാസ്റ്ററുടെ മോൻ ഇങ്ങനെയുണ്ട്. ആ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു അഡ്മിഷൻ തരപ്പെടുത്തി തരികയും അങ്ങനെ തിരുവനന്തപുരത്ത് ഇവരെ കൊണ്ട് ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ അവരെ കുഞ്ഞുങ്ങളെ അവിടെ ആക്കി പോന്നു. ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യട്ടെ. അവിടെ ഞങ്ങൾ അവിടെ ആക്കി പോന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിളി വന്നു, ഇളയ കൊച്ച് ഹോസ്പിറ്റലാണ്, ICUലാണ്, അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ്. ഞങ്ങൾ ചെന്നപ്പോൾ ICUലല്ല, വെന്റിലേറ്ററിലായിരുന്നു. 14 ദിവസം അവള് വെന്റിലേറ്ററിൽ കിടന്നു. അങ്ങനെ 14 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആ ICUയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ അട്ടപ്പെട്ടിയൊക്കെ വിരിച്ച് അവിടെ കിടക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കരുതൽ കർത്താവാണ് ചെയ്തു. ഒരു 5000 രൂപ തികച്ചെന്റെ കയ്യിലില്ലാതിരിക്കുമ്പോൾ വെന്റിലേഷൻ ചാർജ് മാത്രം 6500 രൂപയായിരുന്നു ഒരു ദിവസത്തെ. 14 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. പക്ഷെ കർത്താവ് 3.5 ലക്ഷം രൂപയോളം അവിടെ ചെലവായിട്ടുണ്ട്. 5000 രൂപ പോലും എന്റെ കയ്യിലില്ലാതിരിക്കെ കർത്താവ് നീക്കിയിരിപ്പ് തന്നാണ്. പക്ഷെ 14 ദിവസം ആയപ്പോൾ അവള് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവള് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവൾ ഒത്തിരി വേദന സഹിച്ചെങ്കിലും ആ ICUയിൽ അവള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരി, ഒരു കുഞ്ഞ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു. പുതുതായി വിവാഹം കഴിഞ്ഞ ഒരു സഹോദരിയാണ്. അവളുടെ ഹസ്ബൻഡിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. വൈഫ് അവിടെ കയറി സംസാരിച്ച് അവര് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചാണ് അവിടെ നിന്ന് ആ ഹോസ്പിറ്റൽ വിട്ടു പോകാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ മോള് ലോകത്തു നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത് പോലും അത് മറ്റുള്ളവർക്ക് ജീവൻ നൽകാനുള്ള ഒരു അവസരമായി എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അങ്ങനെ ഈ
കർത്താവിന്റെ വേലയിൽ വന്ന് 1 വർഷം തികയുന്ന സമയത്താണ് ഈ കുഞ്ഞ്, ഞങ്ങളുടെ ഇളയ കുഞ്ഞ്, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഞങ്ങൾക്ക് അത് ഒരുപാട് വേദന ഉളവാക്കി. ആ സമയത്ത് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എനിക്ക് ആ ചർച്ചിലേക്ക് വരാൻ തന്നെ കഴിയാത്തൊരവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായി. എന്റെ മാനസിക നില ആ നിലയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഞങ്ങള് എല്ലാ സ്ഥലത്തേക്കും ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ആ നിലയില്. പക്ഷേ എൻ്റെ സഹോദരനൊക്കെ എന്നെ ബലപ്പെടുത്തി പിന്നെയും വന്നു. ഞങ്ങളിപ്പോ ഇവിടെ വേല ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഹോള് പൂട്ടിക്കിടക്കുന്ന ഹോളായിരുന്നു. പൂട്ടിപ്പോയതാ, ആരുമില്ലാതെ പൂട്ടിപ്പോയ ചർച്ചാണ്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്ന ചർച്ചാണ്, പക്ഷെ അത് പൂട്ടിപ്പോയി. അങ്ങനെ ചില വർഷങ്ങൾ പൂട്ടിക്കിടന്ന ചർച്ചാണ് ഞങ്ങൾ വന്ന് തുറന്ന് ഓപ്പണായിട്ട് ഞങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. പക്ഷെ ഒരു വർഷം എത്തുമ്പോ ഈ കുഞ്ഞ് മാറ്റപ്പെട്ടു. അനന്തരം ഞങ്ങൾ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരുന്ന് ആ സമയത്താണ് ഞങ്ങൾക്ക് ജോസി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ചർച്ചിലേക്ക് വരികയും അങ്ങനെ ആണ് പിന്നെ ആ ചർച്ച ഇപ്പോ കുറച്ചു പേരൊക്കെ കൂടി വരാനുണ്ട്. ഗാദറിംഗ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയില്ല. ഒത്തിരി സമയമെടുക്കും. പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നതിന് നമുക്ക് പരിമിതിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, എന്നെ രക്ഷിച്ച ഒരു അക്രൈസ്തവനായിരുന്ന, യേശുവിനെ അറിയാതിരുന്ന എന്നെ രക്ഷിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി എന്റെ കർത്താവ് മുന്നോട്ട് നടത്തുകയാണ്. നിത്യജീവൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം പിടികിട്ടിയത് മൂലമാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. അത് സംശയമില്ലാത്ത കാര്യമാണ്. സയൻസും ഇന്ന് അത് സംഭവിക്കുന്ന കാര്യമാണല്ലോ. പക്ഷെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ മനുഷ്യന്റെ ജീവിതം തീരുന്നില്ല. അത് ജീവന്റെ അനുഭവത്തിൽ, സന്തോഷത്തോടെ, സമാധാനത്തോടെയുള്ള ഒരു അനുഭവത്തിലാകണമെങ്കിൽ ബൈബിള് വളരെ കൃത്യമായിട്ട് പറയുന്നു, മറ്റാരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ എന്ന്. എനിക്കതുമാണ് നിങ്ങളോട് പറയാനുള്ളത്. ആ രക്ഷകനെ കണ്ടെത്തുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എനിക്ക് നന്മയായി തീർന്നു. ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊക്കെ ശരിയാണ്. ഇന്നും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മൂത്ത കുഞ്ഞ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. വളരെ പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒക്കെ ശരിയാണെങ്കിലും ആന്തരികമായി ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനമുണ്ട്. ആന്തരികമായി ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു ഒരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കർത്താവിന് മാത്രമേ തരാനായിട്ട് കഴിയൂ. അത് പ്രാപിപ്പാൻ എൻ്റെ ശ്രോതാക്കൾക്ക് ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞത് 55 വയസ്സ് കഴിഞ്ഞിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് 1 വർഷത്തിന് മുമ്പേ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞു. ഇന്ന് വരെ ഒരാളുടെ അടുത്ത് കൈനീട്ടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, 5 പേരടങ്ങുന്ന കുടുംബം പോലും ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. കർത്താവ് അത് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ വിശ്വാസത്തിന്റെ വർധനയ്ക്കായിട്ട് ശ്രോതാക്കളോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷിച്ച, നശിച്ചുപോയി ആത്മഹത്യയിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ നശിച്ചു പോകാമായിരുന്ന എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവ് നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കും, നിങ്ങളെയും രക്ഷിക്കും. കർത്താവ് അതിന് ഇടയാക്കട്ടെ എന്ന ആശീർവാദത്തോടെ ഞാൻ എൻ്റെ വാക്കിലൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ആരോമ TV പ്രേക്ഷകര് നിശ്ചയമായിട്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവர்களോടുള്ള പ്രത്യേകമായ നന്ദി. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഒത്തിരി പേര് ഇതിങ്ങനെ കേട്ടു. ഞാൻ ഈ ആരോമ TVയിലൂടെ തന്നെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു. എനിക്ക് ഒത്തിരി ടച്ച് ചെയ്തു ഒരു സഹോദരിയുടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേകർക്ക് ജീവൻ നൽകുവാൻ, പ്രത്യാശ നഷ്ടപ്പെട്ട അനേകര് പണിതെടുക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇനിയും ഇടയാകട്ടെ. കർത്താവിന്റെ ദാസന്റെ സംരംഭങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ ജീവിതാനുഭവം കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഞാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകമായ ദൈവാനുഗ്രഹം ഉണ്ടാകണം. കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിടുതൽ പ്രാപിച്ച് സന്തോഷം പ്രാപിക്കാൻ ഇടയായി തീരണം. ഈ പ്ലാറ്റ്ഫോമിൽ അനുഗ്രഹിക്കണപ്പ. ഈ
ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഗണദാസനെ ബലപ്പെടുത്തണമേ. ഒന്നിനും കുറവ് വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശാരീരികമായി, മാനസികമായും സാമ്പത്തികമായും ഒക്കെ ദൈവവൃത്തിനെ കർത്താവ് ബലപ്പെടുത്തണം. ആശീർവദിക്കുന്നു. എന്നെ കേൾക്കുന്ന കേൾവിക്കാരെയും കർത്താവിന്റെ ദാസനെയും ഈ സംവിധാനത്തെയും പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവദാസനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ രാജേന്ദ്ര പ്രസാദ് അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകർ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദേവദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹവും കടപ്പാട് ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ദൈവസന്നിധിയിലെ കേൾക്കുവാനിടയായി തീർന്ന സംഭവബഹുലമായ ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ ഓർമ്മകളാണ് കർത്താവിന്റെ ദാസൻ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത്. ഹൃദയത്തെ സ്പർശിക്കുന്ന, ഹൃദയസ്പർശിയായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ. ഒരു ഹൈന്ദവ കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെട്ട കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയായല്ലോ. വളരെ ബാല്യത്തിൽ തന്നെ നല്ല മാതൃകാപരമായ ജീവിതം നയിക്കപ്പെട്ട ഒരു കുടുംബത്തില് നല്ല നിലയിൽ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും പിന്നത്തേതിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിക്കുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതവും ഉണ്ടായ തലമുറയും അതിനോടനുബന്ധിച്ചുള്ളതായ സംഭവ വികാസങ്ങളും ഒക്കെ പറഞ്ഞു. വേദനാജനകമായ, കണ്ണു നനയിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളിലൂടെ ജീവിതം കടന്നുപോയി. മനുഷ്യർക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ സാഹചര്യം, മാനുഷിക ബന്ധങ്ങൾ പോലും ഉലച്ചു കളയുന്ന പല സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. കുടുംബജീവിതത്തില് രണ്ടുപേർക്കും ദൈവം ദാനമായി തന്നതായ കുഞ്ഞുങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ് ആ കുഞ്ഞുങ്ങൾ. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം പ്രതീക്ഷിച്ചതുപോലെ അല്ലാത്ത ഒരു നിലവാരത്തിൽ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ച് പല സന്ദർഭങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തു. കാരണം ബുദ്ധിമാന്യമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഒരേപോലെ വളർന്നു വരുമ്പോൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കന്മാരുടെ വേദന, അവരെക്കുറിച്ചുള്ള ചിന്ത, അവരെ കരുതുന്ന ആ വിധങ്ങൾ എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് 14 വയസ്സുള്ളപ്പോൾ പ്രിയ മകൾ, ഇളയ കുഞ്ഞ് തൻ്റെ ജീവിതം ഈ ലോകത്തിലെ ആമേനെ പൂർത്തീകരിച്ച് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തു. വെള്ളലിപ്പിക്കുന്ന വേദനകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും കർത്താവിന്റെ സ്നേഹത്തിലും കർത്താവിന്റെ കൃപയിലും പ്രിയ രാജേന്ദ്ര പ്രസാദ് കർത്താവിന്റെ ദാസൻ കുടുംബമായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിയുന്നു. സമസ്വഭാവമുള്ള സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഒരുപക്ഷെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ധൈര്യം പകരുവാൻ, പ്രചോദനം പകരുവാൻ ഈ സാക്ഷ്യം ഉതകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമാന്യമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെ, അവരെ വളർത്തിക്കൊണ്ടുവരിക, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക, ദൈനംദിന ജീവിതത്തിൽ അവരെ എടുത്തുകൊണ്ട് നടക്കുന്ന അനുഭവത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ എത്രയോ വേദനാജനകമായ അനുഭവമാണ്. എന്നാൽ ദൈവദാസനെ ദൈവം വലിയൊരു കൃപ തന്ന്, ആമേൻ, ദൈവത്തിന്റെ പ്രത്യേക കൃപ തന്ന്, ആ ദൈവദാസിയെ കർത്താവിന്റെ പ്രത്യേക കൃപ തന്ന് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. മറ്റാരെയും ഏൽപ്പിക്കാതെ ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ചില ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരുവാൻ, അവരെ പ്രബോധിപ്പിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങളുടെ ജീവിതം ഉതകും എന്നുള്ള കാര്യം ദൈവം മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് ഇന്ന് ഈ സാക്ഷി ഞങ്ങളെ കേൾക്കുന്ന
വാത്സല്യ അരോമ TV പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ദൈവദാസിയെയും മൂത്ത മകളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ആ കുടുംബത്തെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ആ പ്രിയപ്പെട്ടവരെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. അവർ വിട്ടുവന്ന പശ്ചാത്തലത്തിലൊക്കെ ഒരുപാട് നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിച്ചാണ് കർത്തൃവേലയിൽ അവർ ഇറങ്ങിത്തിരിച്ചതും ഇന്ന് മുന്നോട്ടായിരിക്കുന്നതും. അതിന്റെ നടുവില് ആ കർത്താവിനെ അവസാനത്തോളം പിൻപറ്റുവാൻ ഈ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഈ കുടുംബത്തിന് ആവശ്യമാണ്. പ്രേക്ഷകരെ, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.